യെസ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഗസ്റ്റാൾട്ട് തെറാപ്പി 1950s 1960s ഒക്കെ ഉള്ള ഒരു തെറാപ്പിയാണ്. തെറാപ്പിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യുന്നത്. അതിനോടൊപ്പം ഗസ്റ്റാൾട്ട് തെറാപ്പി എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത തുറന്നു. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്നുണ്ടായിട്ടുള്ള ഒരു മനോഹരമായ തെറാപ്പിയാണ് ഗസ്റ്റാൾട്ട് തെറാപ്പി. ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചാണ് ഈ ഗസ്റ്റാൾട്ട് തെറാപ്പിയിൽ ഉടനീളമുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഗസ്റ്റാൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഗസ്റ്റാൾട്ട് സൈക്കോളജി ഉണ്ട്, ഗസ്റ്റാൾട്ട് തെറാപ്പി ഉണ്ട്. രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റുകളാണ്. ഈ ഗസ്റ്റാൾട്ട് തെറാപ്പിയിൽ ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നത് തന്നെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹോൾ എന്നാണ്. സമഗ്രത എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഫോം, കോൺഫിഗറേഷൻ, പാറ്റേൺ, സ്ട്രക്ചർ, ഫിഗർ എന്നൊക്കെ ഇതിന് പേര് പറയാവുന്ന ആ ഒരു വേർഡാണ് ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നത്. ഇതിലൂടെ ഉടനീളം നമ്മൾ ഉപയോഗിക്കുന്ന ഈ വാക്കുകളൊക്കെ ആയിരിക്കും ഫോം എന്നും കോൺഫിഗറേഷൻ എന്നും പാറ്റേൺ എന്നും സ്ട്രക്ചറും ഫിഗറും ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഗസ്റ്റാൾട്ട് ഇംഗ്ലീഷ് ആണ് സാറേ? യെസ്, ഗസ്റ്റാൾട്ട്. ജർമ്മൻ. യെസ്. ഗസ്റ്റാൾട്ട് എന്ന് പറയുമ്പം നമ്മൾ എല്ലായ്പ്പോഴും അതിൻ്റെ ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതാണ്. ഓൾ സം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ദ ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ് പാർട്സ്. നമ്മൾ ആസ് സച്ച് ഒരു ഓളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു യൂണിഫൈഡ് പാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മൾ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ഇവിടെ. നമ്മളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണെന്നുള്ളൊരു ചിന്തയാണ് ഇതിലൂടെ കടന്നു വരുന്നത്. ദ ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ഇറ്റ്സ് പാർട്സ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓൾ എന്ന് പറയുന്ന ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന ആ ഫോമിലേക്ക് നമ്മൾ എത്തുക. എല്ലായ്പ്പോഴും എല്ലാം കൂടിച്ചേർന്ന ഭാഗത്തിനാണ് കൂടുതൽ വിലയുള്ളത്, മൂല്യമുള്ളത് എന്നുള്ള ഒരു അറിവാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പറയുന്ന കുറേ പോയിന്റുകളുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഫീൽഡ്, ബാക്ക്ഗ്രൗണ്ട്, ഗ്രൗണ്ട്, മാട്രിക്സ്, ഇങ്ങനെയുള്ള ഒരു വാക്കുകൾ പറയാറുണ്ട്. ഇതെല്ലാം ഒരു വ്യക്തിയുടെ അനുഭവത്തിന്റെ പ്രതലമാണ്, പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഓരോ നീഡുകൾ ഉണ്ടാകുന്നു. ഉദാഹരണം, ദാഹിക്കുക, വിശക്കുക, സംസാരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഭയമുണ്ട്, ഇങ്ങനെയുള്ള പല പല നീഡുകൾ വരുന്നു. അപ്പം ഈ നീഡിനെയാണ് നമ്മൾ ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫിഗർ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ വാക്കുകളെല്ലാം ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് വരുന്നതാണ്. പ്രധാനമായിട്ടും ഫോം, കോൺഫിഗറേഷൻ, പാറ്റേൺ, സ്ട്രക്ചർ, ഫിഗർ, ഈ വാക്കുകളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നതാണ്. സോ ഇവിടെ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മാട്രിക്സിൻ്റെ അകത്ത് ഒരു അനുഭവത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു തലമുണ്ടെന്ന് പറയും. അതിൽ ഒരു നീഡ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ നീഡിനെ നമ്മൾ ഗസ്റ്റാൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ അതിൻ്റെ ഫിഗർ എന്ന് പറയും. പലപ്പോഴും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് ഈ ഗസ്റ്റാൾട്ട് അല്ലെങ്കിൽ ഈ നീഡിനെ നമ്മൾ കോൺകർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആകാം, ആ ഗസ്റ്റാൾട്ട് കംപ്ലീറ്റ് ആകാം, അല്ലെങ്കിൽ ആ ഫിഗർ കംപ്ലീറ്റ് ആകാം. ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചത് നിന്നു പോകും. ഏതായാലും ആ വ്യക്തിയുടെ അനുഭവത്തിലേക്ക് അനുകൂലമോ പ്രതികൂലമായ ചില അനുഭവങ്ങളായി അത് മടങ്ങി വരാനുള്ള സാധ്യതകളുണ്ട്. അനുകൂലമാണെങ്കിൽ നമ്മളിങ്ങനെ പറയും, ആ ഫിഗർ അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയും, പൂർണ്ണമായി എന്ന് പറയും. ഇനി ഏതെങ്കിലും കാരണവശാൽ അത് കംപ്ലീറ്റ് ആകുന്നില്ല എങ്കിൽ അത് നമ്മൾ അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയും. ഗസ്റ്റാൾട്ട് അൺഫിനിഷ്ഡ് ബിസിനസ് അതങ്ങനെ നിലനിൽക്കും. തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള മാനസികമായ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതാണ് ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന ആ തെറാപ്പിയുടെ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് ഒരു ഫീൽഡിലാണ്. ആ ഫീൽഡിൽ നിന്ന് നമുക്കൊരു നീഡ് ഉണ്ടാകുന്നു. ആ നീഡിനെ നമ്മൾ ഗസ്റ്റാൾട്ട് എന്ന് പറയുന്നു. എന്നിട്ട് അതിനെ നമ്മൾ കോൺകർ ചെയ്യാനുള്ള ഒരു ശ്രമം, അതിനെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നു. ചിലപ്പോഴൊക്കെ അത് പൂർണ്ണമായും കംപ്ലീറ്റ് ആകും,
ചിലപ്പോഴൊക്കെ അത് അൺഫിനിഷ്ഡ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ നിലനിൽക്കും. കംപ്ലീറ്റ് ചെയ്യാതെ നിലനിൽക്കുമ്പോൾ ഡെഫിനറ്റായിട്ടും അതിന് ഒരു മാനസികമായ തലമുണ്ടെന്നും അതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്നും ആ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഗസ്റ്റാൾട്ട് തെറാപ്പിയിലൂടെ നമ്മൾ തിരിച്ചറിയുന്നത്. ഇതിന്റെ ഡെവലപ്മെന്റ് സൈഡിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 വ്യക്തികളാണ് ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത്: ഫിറ്റ്സ്പേർട്സ്, ലോറ പേഴ്സ് ആൻഡ് പോൾ ഗോട്ട്മാൻ. അതിന് ശേഷവും ഒത്തിരിയും പഠനങ്ങൾ ഇതിലെക്കുറിച്ച് നടന്നിട്ടുണ്ട്. ഇവരുടെ ബേസിസിലാണ് ഈ തെറാപ്പി ആദ്യമായി ഒറിജിനേറ്റ് ചെയ്യുന്നത്. എന്താണ് ഗസ്റ്റാൾട്ട് തെറാപ്പി എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് എ ഹ്യൂമനിസ്റ്റിക്, എക്സ്പീരിമെന്റൽ, ഫിനോമിനോളജിക്കൽ ആൻഡ് എക്സിസ്റ്റൻഷ്യൽ ഫോം ഓഫ് സൈക്കോതെറാപ്പി. നമുക്കറിയാം 1940s 1950s സിഗ്മണ്ട് ഫ്ലോയിഡിന്റെ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നടക്കുന്നതിന് തൊട്ടടുത്ത്, അതിനോട് ചേർന്ന്, ഒരുപക്ഷെ അതിനെ സ്വല്പം എതിരായി അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ, അതിൻ്റെ ചില പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് സത്യത്തിൽ ഗസ്റ്റാൾട്ട് തെറാപ്പി രൂപം കൊള്ളുന്നത് തന്നെ. അപ്പൊ ഇവിടെ പ്യൂർമായിട്ട് ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. ഹ്യൂമനിസ്റ്റിക് എന്ന് പറയുന്ന ഒരു മനുഷ്യത്വവാദം, ഹ്യൂമാനിറ്റിസ്റ്റ് ആ ഒരു തലം ഇതിനുണ്ട്. ഒരു ഹ്യൂമനിസ്റ്റിക് ആണ്. അതുപോലെ അനുഭവത്തിന്റെ ഒരു വലിയ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു പാർട്ട് ഇതിനകത്തുണ്ട്. അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻഷ്യൽ പാർട്ട്. അതുപോലെ തന്നെ വ്യക്തിയുടെ നേരിട്ടുള്ള അനുഭവങ്ങളെയും ബോധങ്ങളെയും ചിത്രീകരിക്കുന്ന ഒരു പ്രതിഭാസ പരം അല്ലെങ്കിൽ ഫിനോമിനോളജിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ട് ഇതിനുണ്ട്. പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ജീവിതത്തിന്റെ അർത്ഥത്തെ തിരിച്ചറിയുന്ന, അസ്തിത്വത്തെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ തലമുണ്ട്. അപ്പൊ ഇങ്ങനെ 4 തലങ്ങളിലൂടെയാണ് ഈ മാനസിക ചികിത്സാ രീതി മുന്നോട്ട് പോകുന്നത്. ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചുണ്ട്, ഒരു എക്സ്പീരിയൻഷ്യൽ അപ്രോച്ചുണ്ട്, ഒരു ഫിനോമിനോളജിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കുന്ന അസ്തിത്വപരമായ ഒരു തലവും ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. 1940-50 കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഫ്രോയിഡിയൻ സൈക്കോളജി ഡെവലപ്പ് ചെയ്തു. അപ്പൊ ആ സൈക്കോളജിയുടെ ഭാഗമായിട്ട് ഫ്ലോയിഡ് പറയുന്നത് അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള തലങ്ങളാണ്. അല്ലെങ്കിൽ ഭൂതകാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഇൻസ്റ്റിങ്ക്റ്റൽ ട്രൈബ്സ് അല്ലെങ്കിൽ സഹജവാസനകൾ, ഇവയെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു രീതിയായിരുന്നു ഫ്ലോയിഡിയൻ സൈക്കോ അനാലിസിസിനുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഹിയർ ആൻഡ് നൗ, ഈ നിമിഷത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇപ്പോഴുള്ള ഈ നിമിഷത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ പറയുന്ന പോലെ ഈ നിമിഷത്തെ കേന്ദ്രീകരിച്ചു. എന്ന് വെച്ചാൽ ഭാവി എന്ന് പറയുന്നത് കഴിഞ്ഞു പോയതാണെന്നും വരാനുള്ളതാണ്, ഭാവി എന്നുള്ളത് വരാനുള്ളതാണെന്നും ഭൂതകാലം എന്നുള്ളത് കഴിഞ്ഞു പോയതാണെന്നും ഈ പ്രസന്റ് ആണ് ഏറ്റവും ഉചിതമായത് എന്നും തിരിച്ചറിയുന്ന ഒരു രീതിയാണ് ഈ ചികിത്സാ രീതിയിൽ ഉപയോഗിക്കുന്നത്, തെറാപ്പിയിൽ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ഡ്രീം അനാലിസിസ്, സ്വപ്നങ്ങളുടെ അനാലിസിസ്, അതുപോലെ ചികിത്സകനും അതുപോലെ തന്നെ ക്ലയന്റുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ കൃത്യമായിട്ട് ഫ്ലോയിഡ് പറഞ്ഞിരുന്ന അതേ രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് ആണ് ഇതിനെ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതായി നമ്മൾ കാണുന്നു. പ്രധാനമായിട്ടും ഇതിന്റെ തുടക്കം ഫിറ്റ്സ്പേഴ്സിലൂടെയാണ്. 1893 മുതൽ 1970 വരെയുള്ള കാലഘട്ടങ്ങൾ അദ്ദേഹം ഉണ്ടായിരുന്നു. ജർമ്മൻ വംശജനാണ്. അതുകൊണ്ട് തന്നെ ഒരു ജർമ്മൻ ഫിലോസഫിയാണെന്ന് പറയാം. മനഃശാസ്ത്രനും സൈക്കോ അനാലിസ്റ്റുമായിരുന്നു അദ്ദേഹം. പ്രധാന പ്രേരക ശക്തിയും ഈ അദ്ദേഹത്തിന്റെ വ്യക്തിത്വമാണ് ഈ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായത്. അതോടൊപ്പം അദ്ദേഹത്തിന്റെ വൈഫായിരുന്ന ലോറ പേഴ്സ് ഗസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് ആണ്, നർത്തകിയായിരുന്നു. എക്സിസ്റ്റൻഷ്യൽ ഫിലോസഫിയിൽ വളരെയധികം ആഴത്തിൽ പഠനങ്ങൾ നടത്തി അതിനെ ചരിത്രപരമായി ഇതുമായിട്ട് കണക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. ഒരുപക്ഷെ ചരിത്രത്തിൽ അവരുടെ പങ്ക് കുറച്ച് കാണിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അതും വളരെ പ്രാധാന്യമുള്ളൊരു പാർട്ടായിട്ട് പ്രത്യേകിച്ച് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജിയൊക്കെ ഡെവലപ്പ് ചെയ്ത ഈ സമയം. അതോടുകൂടി പോൾ ഗുഡ്മാൻ അമേരിക്കയിലെ ഒരു സാമൂഹിക വിമർശകനും ഒരു എഴുത്തുകാരനുമായിരുന്നു. അദ്ദേഹമാണ് ഇതിനെ ക്രോഡീകരിച്ചത്. പിപ്പേഴ്സിന്റെ ഈ സിദ്ധാന്തത്തെ കൃത്യമായിട്ട് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിദ്ധാന്തത്തിന്റെ ചട്ടക്കൂട്ടിലേക്ക് മാറ്റിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അദ്ദേഹം പ്രാധാന്യത്തോടു കൂടി എഴുതിയൊരു ബുക്കാണ് ഗസ്റ്റാൾട്ട് തെറാപ്പി
വ്യക്തിത്വത്തിലെ ഉത്തേജനവും വളർച്ചയും. 1951 ഈ പുസ്തകം എഴുതുന്നത്. ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് നമ്മൾ ഗസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറയുന്ന ഈ സെഷനിലൂടെ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത്. ഗസ്റ്റാൾട്ട് തെറാപ്പി, എക്സൈറ്റ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഇൻ ഹ്യൂമൻ പേഴ്സണാലിറ്റി. വ്യക്തിത്വത്തിലെ ഉത്തേജനവും വളർച്ചയും. ഈ ബുക്കിന്റെ ചില കണ്ടന്റുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ ബുക്ക് ഇങ്ങനെയാണ്: ഗസ്റ്റാൾട്ട് തെറാപ്പി, എക്സൈറ്റ്മെന്റ് ആൻഡ് ഗ്രോത്ത് ഇൻ ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഫ്രെഡറിക് പേൾസ്, റാഫ് ആൻഡ് പോൾ ഗോൾഡ്മാൻ, 3 പേരാണത് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ ഓരോരോ ഭാഗമായിട്ട് ഇവര് ചേർന്നും സെപ്പറേറ്റ് ആയിട്ടും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള നിമിഷത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമുക്കറിയാം, ഭാവിയിൽ നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഭൂതകാലത്തിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ നമ്മളെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളുണ്ട്. അതൊക്കെ നിൽക്കുമ്പോഴും ഈ നിമിഷത്തെ കൂടുതൽ ശ്രദ്ധയോടെ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു പാർട്ടാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു വ്യക്തിയുടെ അനുഭവം നിലവിലുള്ള ആ സന്ദർഭത്തിലേക്ക് എത്തിക്കുക. അങ്ങനെ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ എത്തുക. അവിടെയാണ് ഗസ്റ്റാൾട്ടിന്റെ പ്രാധാന്യം. ഭൂതകാലത്തിൻ്റെയോ ഭാവിയുടെയോ ചിന്തകളിലല്ല, നിലവിലുള്ള അനുഭവത്തിലൂടെ എങ്ങനെ ഒരു മാറ്റം സംഭവിക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ആ സംഭവം, ഒരുപക്ഷെ ഭൂതകാലത്തുണ്ടായ ആ സംഭവം ഇപ്പോൾ ഈ മുറിയിൽ നിങ്ങളിൽ എങ്ങനെ സജീവമായി കാണുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നത്, അത് ഈ നിമിഷത്തിൽ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അതിപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് സംവേദനമാണ് അതിലൂടെ തരുന്നത്, ബോഡിയിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, ചേഞ്ചസ് എന്തൊക്കെയാണ്, ഭൂതകാലത്തെ ഇപ്പോഴുള്ള ഈ അനുഭവമായി മാറ്റുക. പഴയ കാലത്തെ ഈ അനുഭവത്തെ ഈ നിമിഷത്തിലെ അനുഭവമാക്കി മാറ്റി അതിലൂടെ നമ്മുടെ ശാരീരികവും മാനസികവുമായ തലത്തെ വീണ്ടും ഒന്നും കൂടെ ക്രോഡീകരിക്കുക എന്നുള്ളതാണ് ഈ പ്രോസസ്സിന്റെ പ്രത്യേകത. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞ ഇതാണ് ഹോൾനെസ്, ഒരു സമ്പൂർണതാവാദം, ഒരു സമ്പൂർണതയ്ക്കുള്ള ഒരു ശ്രമം, ഹോളിസം എന്ന് പറയും. ഒരു വ്യക്തിയുടെ മനസ്സും ശരീരവും വികാരങ്ങളും ചിന്തകളും എല്ലാം വേർതിരിക്കാനാവാത്ത ഒരു സമ്പൂർണ്ണ രൂപമായി കാണപ്പെടുന്നു. അതിനെ നമ്മൾ ഗസ്റ്റാൾട്ട് എന്ന് പറയും. രോഗലക്ഷണങ്ങൾ അത് വേർപെടുത്തപ്പെട്ട ഭാഗങ്ങളായി കാണിച്ചു തരികയാണ്. അപ്പോൾ നമ്മൾ ഒരു ഹോളിസത്തിൽ നിൽക്കുമ്പോൾ നമ്മളുടെ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ അത് ഈ ഹോളിസത്തിൻ്റെ പാർട്ടിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു പാർട്ടായി, അതൊരു രോഗത്തിൻ്റെ സാധ്യതയായി, അത് വേർപെടുത്തപ്പെട്ട ഭാഗങ്ങളായി കാണും. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഗസ്റ്റാൾട്ട് പോകുന്നത്. സോ തെറാപ്പിയുടെ ലക്ഷ്യം അവയെ വ്യക്തിത്വത്തിന്റെ മൊത്തത്തിലുള്ള രൂപത്തിലേക്ക് വീണ്ടും സംയോജിപ്പിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വേർപെടുത്തൽ ഉണ്ടായത്? ആ വേർപെടുത്തലിനെ ഓവർകം ചെയ്ത് വീണ്ടും ഒരു ഹോളിസത്തിലേക്ക് എത്താനുള്ള, ഒരു സമ്പൂർണ്ണ രൂപത്തിലേക്ക്, ഗസ്റ്റാൾട്ടിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് ഈ തെറാപ്പിയിലൂടെ നമ്മൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അടുത്തൊരു പോയിന്റാണ് സമ്പർക്കം, ഒരു കോണ്ടാക്ട്. അതോടൊപ്പം സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളുമുണ്ട്, കോണ്ടാക്ട് ബൗണ്ടറീസ്. ഒരാൾ എങ്ങനെയാണ് അവരുടെ പരിസരവും, ഒരുപക്ഷെ അവനവനുമായിട്ടുള്ള കാര്യത്തിലും ഈ പറയുന്ന ഒരു കോണ്ടാക്റ്റിന്റെ പാർട്ടുണ്ട്, മറ്റുള്ളവരുമായിട്ടും കോണ്ടാക്റ്റിന്റെ പാർട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്, ആ ബന്ധപ്പെടുന്നതിൽ എന്തൊക്കെയാണ് തടസ്സങ്ങളുള്ളത്? ഈ തടസ്സങ്ങളാണ് പലപ്പോഴും നമ്മളറിയാത്ത ഊണ്ടുകളായിട്ട് മാറുന്നത്. അപ്പൊ ഇങ്ങനത്തെ സമ്പർക്കത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ, കോണ്ടാക്ട് ബൗണ്ടറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പ്രൊജക്ഷൻ, ഇൻട്രോജക്ഷൻ, ഇഫെക്ഷൻ തുടങ്ങിയ വാക്കുകളിൽ കൃത്യമായിട്ട് പറയാറുണ്ട്. ഈ സമ്പർക്കത്തിലെ തടസ്സങ്ങൾ എന്ന് പറയും. ഒരു എക്സാമ്പിൾ എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണ് പ്രൊജക്ഷൻ, ഇൻട്രോജക്ഷൻ, ട്രോപ്ഷൻ, അതുപോലെ ഡിഫെക്ഷൻ, ഇങ്ങനെയുള്ള വാക്കുകൾ എന്താണ് നമുക്ക് ഇവിടെ തിരിച്ചറിയാൻ സാധിക്കും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മറ്റൊരു ഫാക്ടറാണ് സ്വയ നിയന്ത്രണം, സെൽഫ് റെഗുലേഷൻ. ആരോഗ്യമുള്ള വ്യക്തി തനിക്ക് എന്താണ് ആവശ്യമെന്ന് തിരിച്ചറിയുക, അതെങ്ങനെ നേടാമെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നതിലൂടെ നമുക്കൊരു സ്വയം നിയന്ത്രണത്തിന്റെ തലം ഡെവലപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ജൈവിക സ്വയം നിയന്ത്രണ പ്രക്രിയ നമ്മളിൽ പുനഃസ്ഥാപിക്കുന്നു. അപ്പോൾ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയ ആ ഭാഗത്തെ വീണ്ടും സംയോജിപ്പിക്കാൻ വേണ്ടി ഒരു സ്വയം നിയന്ത്രണത്തിന്റെ ഭാഗം തിരിച്ചറിയുക എന്നിട്ട് അതിനെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു നിയന്ത്രണ ഘട്ടം ഇതിൻ്റെ അകത്തുണ്ട്. അത് സെൽഫ് റെഗുലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ്. അതുപോലെ തന്നെ മറ്റൊരു തലമാണ് ബോധം തന്നെയാണ് രോഗശമനം. അറിവ് കൂടുന്തോളും അതിനൊരു ക്യൂറേറ്റീവ് ഇഫക്റ്റ് ഉണ്ട്. സോ അവയർനെസ് ഈസ് ക്യൂറേറ്റീവ്. ഗസ്റ്റാൾട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇതാണ്, തികഞ്ഞ ബോധം, ഫുൾ അവയർനെസ്.
നമുക്കറിയാം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലത്. എങ്കിലും ഈ തികഞ്ഞ ബോധത്തിലേക്ക് എത്തുമ്പോൾ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങളെല്ലാം കൂട്ടിച്ചേർക്കാൻ നമുക്ക് എളുപ്പമാണ്. ഒരുപക്ഷെ ഒഴിവാക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടതാണെങ്കിൽ നഷ്ടപ്പെട്ട അവസ്ഥയിൽ തന്നെ നമ്മൾ ഫുൾനെസ്സിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഇതിലൂടെ തുറന്നു കാണിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്ത പാട്ട്, ഞാനും എൻ്റെ ഉത്തരവാദിത്വം. ഐ ടേക്ക് റെസ്പോൺസിബിലിറ്റി. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ എപ്പോഴും മടിക്കാറുണ്ട്. ഐ ആം റെസ്പോൺസിബിൾ എന്ന് പറയുന്ന ഒരു തലം അത് എത്രമാത്രം ഉയർന്നിരിക്കുന്നു അത്രമാത്രം നമ്മുടെ ഈ ഹോൾനെസ് വളരെ കൃത്യമായിട്ട് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഒരു വ്യക്തിയെ തന്റെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ എൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു മാതൃക ഡെവലപ്പ് ചെയ്യുക. ഐ എം ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈസെൽഫ്. അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള സാഹചര്യങ്ങൾക്ക് ഞാൻ റെസ്പോൺസിബിൾ ആണ്, ഇതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പുറത്തു വരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തൊരു ഏരിയ, ആവശ്യങ്ങളുടെ സർക്കിളും അപൂർണ രൂപങ്ങളും. ഒരു ഗസ്റ്റാൾട്ട് ഫോം ചെയ്ത്, ഒരു നീഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ നീഡിലൂടെ അത് ഫിനിഷ് ചെയ്യുന്ന വരെ ഒരു സർക്കിൾ പ്രോസസ്സാണ്. അപ്പോൾ ഈ സർക്കിള് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ ചില സമയത്ത് സർക്കിള് ബ്രേക്ക് ആയി പോകാം. അപ്പോൾ സർക്കിൾ ഓഫ് എക്സ്പീരിയൻസ് ചിലപ്പോൾ അൺഫിനിഷ്ഡ് ബിസിനസ് ആയിട്ട് മാറാം. അപ്പോൾ അവിടെ ചില ഇറഗുലാരിറ്റീസ് നമുക്കുണ്ടാകാം, ശാരീരികവും മാനസികവുമായ തലങ്ങളിലൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രശ്നത്തെ തിരിച്ചറിയുക. ഒരാവശ്യം ഉണ്ടാകുന്നത് മുതൽ അത് തൃപ്തിപ്പെടുന്നത് വരെ, അത് കംപ്ലീറ്റ് ആകുന്നത് വരെ ഈ സർക്കിൾ ഇങ്ങനെ തുടരും. പലപ്പോഴും അപൂർണമായിരിക്കും. ഇങ്ങനത്തെ അപൂർണ രൂപങ്ങൾ അല്ലെങ്കിൽ ഈ അൺഫിനിഷ്ഡ് ബിസിനസ് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് അതിനെയാണ് നമ്മൾ ബുദ്ധിമുട്ടുകൾ, ലക്ഷണങ്ങൾ എന്നൊക്കെ പറയാം, രോഗങ്ങൾ എന്നൊക്കെ നമ്മൾ പറയാൻ തന്നെ. ഈ തെറാപ്പി ഈ അപൂർണ കാര്യങ്ങളെ പൂർത്തിയാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. അൺഫിനിഷ്ഡ് ബിസിനസ്സിനെ പൂർത്തിയാക്കുക. നമ്മുടെ ഒരു ആഗ്രഹം ഇപ്പോഴും സാധിച്ചിട്ടില്ലെങ്കിൽ അതൊരു അൺഫിനിഷ്ഡ് ബിസിനസ്സാണ്. ഒരുപക്ഷെ ഒരു ജോലി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഏതെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആകുന്നില്ല. ഈവൻ നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം, നമുക്ക് ദാഹിക്കുന്നു, വെള്ളം കുടിക്കണം, അതിൻ്റെ ആ നീഡ് കംപ്ലീറ്റ് ആയോ, അല്ലെങ്കിൽ ആ നീഡ് കംപ്ലീറ്റ് ചെയ്യാതെ വീണ്ടും അത് നിലനിൽക്കുകയാണോ, ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളെ കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയുക. അതിൽ അപൂർണ രൂപമാണ് അൺഫിനിഷ്ഡ് ബിസിനസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐഡന്റിഫൈ ചെയ്യുക, തെറാപ്പിയിലൂടെ അതിനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ ഹോൾനെസ്സിലേക്ക് നമ്മൾ എത്തും. ഈ നിമിഷത്തിലേക്ക് നമ്മൾ കടന്നു വരാനുള്ള സാധ്യത ഇവിടെ തുറന്നു വരും. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇങ്ങനെ പറയാം. നമുക്ക് ദാഹമുണ്ടാകുന്നു, പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ ഒരു സ്റ്റേജ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഒരു പ്രസംഗത്തിന് വേണ്ടി സ്റ്റേജ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദാഹിക്കുമെന്നൊരു തോന്നൽ നമുക്കുണ്ടായാൽ പോലും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനു മുമ്പേ വെള്ളം കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതില്ലാതെ വന്നാൽ നമുക്ക് തീർച്ചയായിട്ടും ഇപ്പം. അപ്പോൾ ഇവിടെ ദാഹം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഗസ്റ്റാൾട്ടാണ്, ഇതൊരു നീഡാണ്. അപ്പം ഈ നീഡിൽ ഒരു സെൻസേഷൻ ആദ്യമായിട്ടുണ്ടാകും, ഒരു ഡീസെൻസിറ്റൈസേഷൻ നമുക്കുണ്ടാകും, ശരീരത്തിൽ ജലമില്ലാതാകും, എന്തിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യും. അപ്പോൾ എനിക്ക് വായിൽ വെള്ളം വറ്റുന്നു, അല്ലെങ്കിൽ ഒരു ഡീഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സെൻസേഷൻ, ആദ്യത്തെ പ്രോസസ്സാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റാൾട്ടിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണത്. അതിനുശേഷം നമ്മൾ അതിലൂടെ ഒരു അവയർനെസ്സിലേക്ക് എത്തുകയാണ്. എനിക്കൊരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഉടനെ ഒരു വെള്ളത്തിൻ്റെ സാധ്യത എനിക്ക് ഉണ്ടാക്കണം, തിരിച്ചറിവ് ഉള്ളവരായി മാറുകയാണ്, പുതിയൊരു വഴിയിലേക്ക് ഞാൻ മാറുകയാണ്. അപ്പോൾ അതിനുവേണ്ടി തീർച്ചയായിട്ടും അപ്പോൾ ആ നീഡ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ അതിനെ കുറച്ച് ഒന്ന് ഇൻ്റർണൈസ് ചെയ്യണം, ഒന്ന് മൊബിലൈസേഷൻ, ഒരു ഇൻട്രോജക്ഷൻ എന്ന് പറയുന്നൊരു ഏരിയയിലൂടെ കടന്നു പോകാം. അപ്പോൾ അവിടെ എന്ത് വേണം? ആന്തരികവൽക്കരിക്കണം. എങ്ങനെ എനിക്ക് ആ നീഡിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു ചിന്ത നമ്മളുണ്ടാകണം. അതിനുശേഷം അതിനെ ആക്ഷനിലേക്ക് കൊണ്ടുവരണം. ആക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രൊജക്ഷനാണ്, ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമാണ്. കൃത്യമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആക്ഷൻ പാർട്ട് വന്നു. ആക്ഷൻ ആയിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത പ്രോസസ്സ് ആ നീഡുമായിട്ടുള്ള ഒരു കോണ്ടാക്റ്റാണ്, അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഫിനിഷ് ചെയ്യാനുള്ള ഒരു കോണ്ടാക്റ്റാണ്. ഇപ്പോൾ ദാഹമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ദാഹമുണ്ടായി, അല്ലെങ്കിൽ ദാഹം അത്യാവശ്യമായിട്ട് ശമിപ്പിക്കണം എന്നൊരു തോന്നൽ വന്നാൽ ഒരു മൊബിലൈസേഷൻ നടത്തിയാൽ, അല്ലെങ്കിൽ നമ്മൾ ചുറ്റുപാടുകൾ നോക്കുന്നു, എവിടെയാണ് വെള്ളത്തിൻ്റെ സാധ്യതയുള്ളത് എന്ന് നമ്മൾ നോക്കി ആക്ഷനിലേക്ക് പോകുമ്പോൾ, ആക്ഷൻ ഫിനിഷ് ചെയ്യണമെങ്കിൽ ഒരു കോണ്ടാക്ട്, ഒരു സമ്പർക്കമുണ്ട്. ആ കോണ്ടാക്റ്റാണ് റിട്രോഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് അവിടെ നിന്ന് ആ വെള്ളം കിട്ടി അത് കുടിച്ചു കഴിയുമ്പോൾ സമ്പർക്കം ഉണ്ടാകുക എന്ന് വെച്ചാൽ ആ വെള്ളം ഞാനായി മാറുകയാണ്. ദാറ്റ് ഈസ് സാറ്റിസ്ഫാക്ഷൻ, അല്ലെങ്കിൽ ഈഗോട്ടിസം എന്ന് പറയും.
ഞാൻ എന്ന അവസ്ഥയിലേക്ക് ആ വെള്ളം മാറുകയാണ്. എൻ്റെ പാർട്ടായി മാറി, എൻ്റെ പാർട്ടായി അത് മാറി. അപ്പൊ നമ്മളൊരു ഓൾസം ഒരു പാർട്ടിലേക്ക് മാറി. ദെൻ എൻ്റെ നീഡ് കംപ്ലീറ്റ് ആയി. ഞാൻ വിഡ്രോവലിലേക്ക്, കോൺഫ്ലുവൻസിലേക്ക് മാറി, വിഡ്രോവൽ വന്നു, എൻ്റെ ആ ഗസ്റ്റാൾട്ട് അവിടെ കൊണ്ട് ഫിനിഷ് ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു സൈക്കിൾ പ്രോസസ് എല്ലാ നമ്മളുടെ നീഡുകൾ എല്ലാ ഗസ്റ്റാർട്ടുകളിലും ഉണ്ടാകുമെന്നാണ് ഈ സിസ്റ്റം നമ്മളോട് പറയുന്നത്. അപ്പൊ ആദ്യമേ ഒരു സെൻസേഷൻ ഉണ്ടാവും, അതിലൂടെ ഒരു അവയർനെസ് ഉണ്ടാവും. ആ അവയർനെസ്സിനെ ഞാൻ മൊബിലൈസ് ചെയ്യും. മൊബിലൈസ് ചെയ്യാന്ന് വെച്ചാൽ എനിക്ക് വെള്ളം എൻ്റെ ചുറ്റു സാഹചര്യങ്ങൾ ഞാൻ വിലയിരുത്തും. ദെൻ ഞാൻ ആക്ഷനിലേക്ക് പോകും. ഒരുപക്ഷെ ഇന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായാൽ ഞാൻ എൻ്റെ ആക്ഷനിലൂടെ ആ സ്ഥലത്ത് ചെന്നു അതുമായിട്ടൊരു കോണ്ടാക്ട്, ഒരു സമ്പർക്കത്തിലെത്തും. ദെൻ അതിനെ ഞാൻ സ്വീകരിക്കും. സ്വീകരിക്കാന്ന് വെച്ചാൽ ഞാനത് സാറ്റിസ്ഫൈഡ് അവസ്ഥ, ഞാനും അതും ഒന്നാകുന്ന അവസ്ഥയിലേക്ക് മാറി. ഞാൻ വെള്ളം കുടിക്കും, ഞാനെന്ന അവസ്ഥയിലേക്ക് എത്തി. എൻ്റെ ഗസ്റ്റാൾട്ട് ഫിനിഷ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ആ പ്രോസസ്സ് ഞാൻ ഫിനിഷ് ചെയ്ത് ഞാൻ തൃപ്തനായി, ഞാൻ വിഡ്രോ ചെയ്തു. കുടിച്ചു കഴിഞ്ഞപ്പോൾ സപ്പോസ് നമ്മൾ ഉദ്ദേശിച്ചത്രയും വെള്ളം ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഗസ്റ്റാൾട്ട് കംപ്ലീറ്റ് ആകത്തില്ല. വീണ്ടും സെൻസേഷൻ വീണ്ടും ആരംഭിക്കും, ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു നീഡ് അല്ലെങ്കിൽ ഗസ്റ്റാൾട്ട് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഒരു സൈക്കിൾ അതിനുണ്ട്. അപ്പൊ ഈ സൈക്കിളാണ് എല്ലാ തരത്തിലുള്ള നീഡുകൾക്കും കറക്റ്റായിട്ട് നമ്മൾ അതിനെ ഗൈഡ് ചെയ്യുന്ന ഒരു പാർട്ട്. അപ്പൊ ഈ പാർട്ടിലൂടെ നമ്മൾ ഒരു സഞ്ചരിക്കാം. ആ സഞ്ചരിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് പ്രോബ്ലം വരുന്നത് കണ്ടുപിടിക്കുക, എവിടെ വെച്ചാണ് അത് അൺഫിനിഷ്ഡ് ആകുന്നതെന്ന് മനസ്സിലാക്കുക. ആ പാർട്ടിലൂടെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, ഇതിനെ സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പുസ്തകത്തിന്റെ ഘടന 2 ഭാഗങ്ങളായിട്ടാണ് അത് പറയുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം റാൽഫിന്റെ പാർട്ടാണ്. വായനക്കാർക്ക് വേണ്ടി സ്വയം ചെയ്യാവുന്ന പരീക്ഷണങ്ങൾ വഴി എന്താണ് ഇതിന്റെ തത്വങ്ങൾ, ഗസ്റ്റാൾട്ട് തത്വങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്ന പാർട്ടാണ് ഫസ്റ്റ് പാർട്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫ്രെഡറിക് പേൾസും പോൾ ഗുഡ്മാനും കൂടെ ചേർന്ന് എഴുതുന്ന ഭാഗമാണ്. ഗസ്റ്റാൾട്ട് തെറാപ്പിയുടെ സിദ്ധാന്തവും തത്വശാസ്ത്രവും എല്ലാം അത് കൃത്യമായിട്ട് വിശദീകരിക്കുന്നു. പ്രത്യേകിച്ചും പറഞ്ഞു ഫിനോമിനോളജിക്കലാണ്, എക്സ്പീരിയൻഷ്യലാണ്, എക്സിസ്റ്റൻഷ്യലാണ്. അതുപോലെ തന്നെ ഫീൽഡ് ആൻഡ് ഫിഗർ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇതിനകത്തുണ്ട്. ഒരു ബാക്ക്ഗ്രൗണ്ടും ഉണ്ട്, അല്ലെങ്കിൽ ഗ്രൗണ്ടും ഉണ്ട്, അതോടൊപ്പം ഒരു ഗസ്റ്റാൾട്ടും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആ തിയറി ഡീറ്റെയിൽസ് എല്ലാം വളരെ കൃത്യമായിട്ട് ഇതിൽ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അടുത്ത ഏരിയ എന്ന് പറയുമ്പോൾ ഇതിനെ മനുഷ്യൻ എന്ന് പറയുന്നത് സമഗ്ര രൂപമായിട്ടാണ് കാണുന്നത്. പൂർണ്ണ തൃപ്തനായി നിൽക്കുന്ന, കണ്ടന്റ്ഫുൾ ആയി നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ ഒരു കംപ്ലീറ്റഡ് ഗസ്റ്റാൾട്ടിന്റെ പാർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഒരു ഹോൾനെസ് ഉണ്ട്. സോ മാറ്റം നിലവിലെ അനുഭവത്തിൽ നിന്ന് ആരംഭിക്കുന്നു. അപ്പൊ നമ്മുടെ അനുഭവം, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ അനുസരിച്ച് ഒരു മാറ്റം ഉണ്ടാകും. ആരോഗ്യം എന്നത് സമ്പർക്കത്തിന്റെയും സ്വയം നിയന്ത്രണത്തിന്റെയും കഴിവാണ്. അപ്പൊ ഇവിടെ ഒരു ഫുൾനെസ്സിലേക്ക് വരാൻ നമ്മൾ ആദ്യം കണ്ട സൈക്ലിക് പ്രോസസ്സിലൂടെ കടക്കുമ്പോൾ അപ്പൊ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ മാറ്റം നിലവിലെ അനുഭവത്തിൽ നിന്ന് ആരംഭിക്കുന്നു. ആരോഗ്യം എന്നത് സമ്പർക്കത്തിന്റെയും സ്വയം നിയന്ത്രണത്തിന്റെയും കഴിവാണ്. അപ്പൊ ഇത് പ്രോപ്പറായിട്ട് നിയന്ത്രിക്കാൻ നമ്മൾ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളിൽ ഉണ്ടാകുന്ന ഈ നീഡുകൾ, ഗസ്റ്റാർട്ടുകളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതൊരു അൺഫിനിഷ്ഡ് ബിസിനസ് ആയിട്ട് കീപ്പ് ചെയ്യപ്പെട്ട് വരും. അതിന് പലതരത്തിലുള്ള മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. അതിനെ തിരിച്ചറിയുക, അതിനെ സോൾവ് ചെയ്യുക, തെറാപ്പിയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇങ്ങനെയാണ് അത് പ്രോസസ് ചെയ്യുന്നത്. ഇതിന്റെ പാർട്ട് 1, ഫസ്റ്റ് പാർട്ടിലെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ ഇവിടെ ദ സെർച്ച് ഫോർ സെൽഫാണ്. ഹുവാമൈ എന്ന് പറയുന്ന ആ ഒരു തലം കൃത്യമായിട്ട് നമ്മളിലുള്ള ആത്മാവിന്റെ തലങ്ങളെ തിരിച്ചറിയുക. നമ്മൾ ആരാണ് നമ്മൾ തിരിച്ചറിയുക. ഇവിടെ പ്രധാനമായിട്ടും ഒരു ബേസിക് അവയർനെസ് ആണ്, ഒരു അടിസ്ഥാന ബോധമാണ് നൽകുന്നത്. വായനക്കാരുടെ അവരുടെ ശ്വാസം, ശരീരത്തിന്റെ ചലനങ്ങൾ, പരിസരത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ പരിസരത്തിലെ ശബ്ദങ്ങൾ തുടങ്ങിയൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ ഈ നിമിഷത്തിലാണ് നിൽക്കുന്നത്. ഹിയർ ആൻഡ് നൗ എന്ന പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചുറ്റുപാടും, നമ്മളിലും നമുക്ക് ചുറ്റുപാടുമുള്ളതെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനുള്ള ഒരു പഠനമാണ്. നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ അടുത്തറിയാനുള്ളൊരു പഠനമാണ് ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങളിലൂടെ നടക്കുന്നത്. ഇത് തന്നെയാണ് ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന പെർസ്പെക്റ്റീവ് തന്നെ. അപ്പൊ ഇതാണ് ആദ്യത്തെ പാഠം. എങ്ങനെയൊക്കെ നമ്മൾ ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന തലത്തിലേക്ക് പോകാം. തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാം, നമ്മുടെ ശരീരത്തിന്റെ സെൻസേഷൻസ് എല്ലാം ചിന്തിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ പറയുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാകും, ഒരു നീഡ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചലഞ്ചസ്, ചേഞ്ചസ് എല്ലാം നമ്മൾ സെൻസേഷൻസ് എല്ലാം കൃത്യമായിട്ട് തിരിച്ചറിയുക. നമ്മുടെ ചിന്തകൾ ഇതിലെല്ലാം നമ്മൾ തിരിച്ചറിയുക. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, എന്താണ് ശരിക്കും ആ നീഡിന്റെ ആവശ്യം, നീഡ് എങ്ങനെ പരിഹരിക്കപ്പെടാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി ആ ഫീൽഡിൽ നിന്നുകൊണ്ട് ആ ഫിഗറിലേക്കുള്ള ഒരു ചേഞ്ച്. ഫീൽഡ് എന്ന് പറയുന്നത്
നമ്മളുടെ നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ നിൽക്കുന്ന ആ സ്ഥലമാണെന്ന് പറയാം, ഏരിയ ആണെന്ന് പറയാം, ആ അവസ്ഥയാണെന്ന് പറയാം. അതിനെ നമ്മളുടെ നീഡ് അല്ലെങ്കിൽ ഗസ്റ്റാർട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും, എന്നിട്ട് അതിനെ കൂടുതൽ അനലൈസ് ചെയ്യും. ഇതാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ശരീരവും പരിസരവും നൽകുന്ന ഇന്നത്തെ അനുഭവം നിരീക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ചിന്തകൾ ഭൂതകാലത്തെയോ ഭാവിയോ ചേർന്ന് നിൽക്കുന്നതെന്ന് ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ പലപ്പോഴും ഭൂതകാലത്തിലോ അല്ലെങ്കിൽ ഭാവി കാലത്തിൻ്റെയോ പ്രശ്നത്തിലായിരിക്കാം. ഭാവി കാലത്തിന്റെ ആങ്സൈറ്റിയിലോ ഭൂതകാലത്തിന്റെ ഡിപ്രഷന്റെ തലത്തിലോ ആകാം, ഒരു വിഷാദത്തിലോ ആകാം. അതിൽ നിന്ന് നമ്മുടെ ശരീരവും നമ്മുടെ പരിസരവും തിരിച്ചറിഞ്ഞ് ഈ നിമിഷത്തിന്റെ ശ്രദ്ധയിലേക്ക് തിരിച്ചു വരും. തീർച്ചയായിട്ടും നമ്മൾ പലതരം മെഡിറ്റേഷൻസ് ചെയ്യാറുണ്ട്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. നമ്മളെ തന്നെ സ്വയം നമ്മുടെ അവസ്ഥയെ തിരിച്ചറിയാനുള്ള ഒത്തിരി തരത്തിലുള്ള റിലാക്സേഷൻസ് ചെയ്യാറുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് ഈ പ്രോസസ്സുകൾ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഈ പ്രോസസ്സിലൂടെയൊക്കെ നമുക്ക് തിരിച്ചെത്താൻ എളുപ്പമാണ്. അപ്പൊ ശ്രദ്ധയെ തിരിച്ചു വിളിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത്. ഇത് 4 to 5, 4ഉം 5ഉം അധ്യായങ്ങളിൽ സംയോജനവും സമ്പർക്കവും, ഇവിടെ നിരീക്ഷണവും ബാഹ്യ ലോകത്തുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വികസിക്കുന്നു. അപ്പൊ നമ്മൾ ഗസ്റ്റാൾട്ടിന്റെ ഒരു നീഡ് ഉണ്ടായിട്ടുണ്ട്, ആ നീഡിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ വേണ്ടത് അതിനെ ഫുൾഫിൽ ചെയ്യാൻ നമ്മൾ പറഞ്ഞ മൊബിലൈസേഷൻ്റെ ഒരു പാർട്ടുണ്ട്, അതിൻ്റെ ഒരു ആക്ഷൻ്റെ പാർട്ടുണ്ട്, പിന്നെ കോണ്ടാക്റ്റിന്റെ പാർട്ടുണ്ട്. അപ്പൊ ഈ 3 പാർട്ടുകളെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ സമ്പർക്കത്തിലെത്തിയാൽ മാത്രമേ ആ നീഡ് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്താണ് ശ്രദ്ധിക്കുന്നതെന്നും എന്താണ് അവഗണിക്കുന്നതെന്നും ആ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്ന ഒരു തലമാണ്. എവിടെ എങ്ങനെ നമുക്ക് ആ കോണ്ടാക്റ്റിലേക്ക് എത്താൻ സാധിക്കും, അതിനെന്തൊക്കെയാണ് തടസ്സം, അതിന് നമ്മുടെ മുമ്പിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്താണ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയാണ്. പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ആദ്യം വെള്ളം കുടിക്കുന്ന ഒരു കാര്യം അത് വളരെ പെട്ടെന്ന് തീർക്കാവുന്നതാണ്, പക്ഷെ ചില കാര്യങ്ങൾ അത്ര പെട്ടെന്ന് തീരുന്നു. അപ്പൊ ഇവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു അനാലിസിസ് എപ്പോഴും ആവശ്യമാണ്. ഇതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 4ഉം 5ഉം അധ്യായങ്ങൾ. ഇനി 6ഉം 7ഉം അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഫ്രസ്ട്രേഷൻ ആൻഡ് മൊബിലൈസേഷൻ, നിരാശയും സജീവമാക്കൽ. നിരാശ ഒരു നെഗറ്റീവ് വികാരമായിട്ടല്ല, മറിച്ച് ഒരു സൃഷ്ടിപരമായ ഉപകരണമായിട്ടാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യം എന്താണെന്ന് കണ്ടെത്താൻ നമ്മുടെ ശാരീരിക ഊർജം, ശ്വാസം, പേശികൾ, ഇതെല്ലാം ഇവയുടെ ആവശ്യങ്ങൾക്കായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് പര്യവേഷണം ചെയ്യും. വളർച്ചയുടെ അടയാളമായി കാണുകയാണ് നിരാശയുടെ ഒരു സാധ്യത. നിരാശ എന്ന് വെച്ചാൽ നമ്മൾ കോണ്ടാക്റ്റിലേക്ക് എത്തുന്നില്ല എന്നാണ്. മൊബിലൈസ് ചെയ്തു, ആക്ഷൻ പോലും നടന്നു കഴിഞ്ഞാലും നമ്മൾ ഈ കോണ്ടാക്റ്റിലേക്ക് എത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിരാശയുടെ സാധ്യത. ഇനി കോണ്ടാക്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് ഫുൾഫിൽ ആകുന്നില്ലെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞ വ്യക്തിയായിട്ട് അത് മാറുന്നില്ലെങ്കിൽ അവിടെയും നിരാശയുടെ സാധ്യതയുണ്ട്. അപ്പൊ ഈ സാധ്യതകളെ തിരിച്ചറിയുക, എന്താണ് അതിന്റെ പ്രശ്നങ്ങളെന്ന് തിരിച്ചറിയുക, അതാണ് ഇതിനകത്ത് വരുന്നത്. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഒരു പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തുന്നതിന് മുമ്പ് അതുണ്ടാക്കിയ നിരാശ നിങ്ങളുടെ ആഴത്തിലുള്ള ആവശ്യം എന്താണെന്ന് അറിയും. പലപ്പോഴും ഒരു നിരാശ കഴിയുമ്പോഴാണ് നമുക്ക് ആ ആവശ്യം, ആ നീഡ് ഗസ്റ്റാൾട്ട് കറക്റ്റ് ആണോ, അത് ജെനുവിൻ ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയും. അപ്പൊ നിരാശ നിങ്ങളുടെ ആഴത്തിലുള്ള ആവശ്യം എന്താണെന്ന് അറിയാൻ സഹായിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജം എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കുന്നു, പ്രവർത്തനത്തിലേക്ക് നയിക്കപ്പെടും. ഇല്ലെങ്കിൽ ഏത് രീതിയിൽ എളുപ്പത്തിൽ ആ പ്രശ്നത്തെ പരിഹരിക്കാമെന്ന് നമുക്ക് തിരിച്ചറിയാം. അപ്പൊ നിരാശ എപ്പോഴും ഇവിടെ ഒരു പഠനത്തിന്റെ ഉപാധിയായിട്ടാണ് കാണുന്നത്. നിരാശ ഒരു നെഗറ്റീവായിട്ടല്ല, ഒരു പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നിരാശ വരുമ്പോൾ കൂടുതൽ അറിവുകളിലൂടെ നമുക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ്, അല്ലെങ്കിൽ കോണ്ടാക്റ്റിലേക്ക് എത്താൻ സാധിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലീഷനിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി ഇത് പാർട്ട് 2 അപ്പൊ ആദ്യത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ തിരിച്ചറിവിന്റെ പാർട്ടാണ്. നമ്മൾ ആ കോണ്ടാക്ട് വരെയുള്ള പാർട്ടുകളാണ് ഇവിടെ. നമ്മൾ ആദ്യം അതിനെ ഒരു സെൻസേഷൻ ഉണ്ടായി, ഒന്ന് അതിനെ അവയർനെസ്സിലേക്ക് എത്തിച്ചു, മൊബിലൈസേഷന്റെ പാർട്ട് എടുത്തു. ദെൻ അതിന്റെ നെക്സ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ആക്ഷൻ പാർട്ടാണ്, കോണ്ടാക്റ്റിലേക്ക് എത്തുന്നു. ഇനി ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം, കോണ്ടാക്റ്റിൽ എത്തുന്നത് വരെ ഈ പറഞ്ഞ മനസ്സിൽ ചിന്തിച്ചാൽ പറ്റും. ചിലപ്പോൾ നമുക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്ത് പറയാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ഒരു ബ്ലോക്ക്, ഒരു അൺഫിനിഷ്ഡ് ഏരിയ അവിടെ വരുന്നുണ്ട്. എല്ലാം പറഞ്ഞാൽ നടക്കും, പക്ഷെ പറയാൻ മനസ്സ് വരുന്നില്ല, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നമ്മളെ തടയുകയാണ്. അപ്പോൾ അവിടെ അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അതിനെ ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള മാതാപിതാക്കളോട് കുട്ടികൾക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബോസിനോട് സബോർഡിനേറ്റ്സിന് പറയാൻ പറ്റുന്നില്ല. ഇവിടെയൊക്കെ ആ പ്രശ്നം അൺഫിനിഷ്ഡ്. ഒരു കാര്യം പറഞ്ഞാൽ തീരും, പറഞ്ഞാൽ അത് ഫിനിഷ്ഡ് ആക്കാം, പക്ഷെ ഫിനിഷ്ഡ് ആക്കാൻ നമ്മൾ തയ്യാറല്ല, അത് പറയാൻ തയ്യാറല്ല. അപ്പോൾ അവിടെ അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെയുള്ള കാര്യം.
ഇനി ഇതിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്, പാർട്ട് 2 എന്ന് പറയുന്നത്, ഇങ്ങനെ അൺഫിനിഷ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഏരിയകളെ നമ്മൾ എന്ത് ചെയ്യും, ഒരു തെറാപ്പിയുടെ സാങ്കേതികത്വത്തിലൂടെ കംപ്ലീറ്റ് ചെയ്യുക. തെറാപ്പിയുടെ തത്വശാസ്ത്രം അതുപോലെ സൈക്കോളജി അടിസ്ഥാന വിഷയങ്ങളെല്ലാം കൃത്യമായിട്ട് എങ്ങനെയാണ് ഫിനോമിനോളജി വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് എക്സിസ്റ്റൻഷ്യലിസം, എങ്ങനെയാണ് ഈ ഫീൽഡ് തിയറി വർക്ക് ചെയ്യുന്നത് എന്നൊക്കെ കൂടുതൽ ആഴത്തിൽ പ്രാക്ടിക്കൽ ആൻഡ് തിയറട്ടിക്കൽ വേയിൽ എന്ന് വെച്ചാൽ തെറാപ്പിയുടെ ഒരു തലത്തിലൂടെയാണ് പാർട്ട് 2 കടന്നു പോകുന്നത്. ഇവിടെ 1 മുതൽ 4 വരെയുള്ള തിയറി ഓഫ് സെൽഫ്, നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു പാർട്ട് വീണ്ടും ഒന്ന് വരികയാണ്. സ്വയം എന്ന ആശയത്തെ വ്യാഖ്യാനിക്കുക. അപ്പോൾ നമ്മൾ ഒരു അൺഫിനിഷ്ഡ് ഗസ്റ്റാൾട്ടിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിൽ നിൽക്കുകയാണ്, ഒരു നീഡിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ കൂടുതൽ അനലൈസ് ചെയ്യാം, പുറകോട്ട് പോവുക, ഒരു ഫീഡ്ബാക്കിന്റെ പാർട്ടാണ് ഇത്. സ്ഥിരമായി സാരാംശമല്ല, മറിച്ച് ഒരു പ്രക്രിയയാണെന്ന് വിശദീകരിക്കാൻ. ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ചില ഭാഗത്ത് ബ്രേക്ക് വരും, ബ്രേക്ക് വന്ന് അൺഫിനിഷ് ആയി പോകും. അതിനെ ഒരുപക്ഷെ വീണ്ടും സെൻസേഷനിൽ നിന്ന് തുടങ്ങേണ്ടി വരും. സോ ഇത് മാറുന്ന ആവശ്യങ്ങൾ പരിസ്ഥിതിയുമായുള്ള സമ്പർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നിരന്തരം രൂപപ്പെടും. അപ്പം നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വത്തിന്റെ പാർട്ട്, നമ്മളുടെ ആ കോണ്ടാക്റ്റിന്റെ പാർട്ട്, ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഏരിയ ആണെന്ന് കൃത്യമായിട്ട് ഒന്നും കൂടെ ഓർപ്പിക്കാം. അപ്പം വീണ്ടും പ്രായോഗിക തലത്തിലേക്ക് പോകും, പ്രാക്ടിക്കൽ ആൻഡ് തിയറട്ടിക്കലിലേക്ക് പോകുമ്പോൾ വീണ്ടും ആ സ്വയം എന്ന് പറയുന്നതിനെ കൂടുതൽ ഒന്നും കൂടെ അഫോം ചെയ്യാം. ഇതിന്റെ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ, രണ്ടാമത്തെ പാർട്ടിന്റെ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ തിയറി ഓഫ് സെൽഫ്, സ്വയം എന്ന സിദ്ധാന്തത്തെ നമ്മൾ ആദ്യം പറഞ്ഞതിനെ ഒന്നും കൂടെ ഒന്ന് പറയുകയാണ്. ഐഡന്റിഫിക്കേഷൻ, എന്തോ ഒന്നായി തോന്നൽ, നമ്മുടെ ഐഡന്റിറ്റിയുടെ പ്രശ്നം, അതുപോലെ നമ്മുടെ ഈഗോട്ടിസത്തിന്റെ പ്രോബ്ലം, അല്ലെ, അതുപോലെ തന്നെ സ്വയത്തിലുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. ഇവിടെ ചിലപ്പം ഡ്രാമാറ്റിക്കലായിട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. സ്വയം എന്നതിനെ ഒരു നാടകമായി കാണുക. നമ്മളൊരു പ്രോബ്ലത്തിൽ നിൽക്കുകയാണ്, ആ പ്രോബ്ലത്തിന്റെ പ്രശ്നത്തെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ അതിലൊരു ആ സംഭവത്തിന്റെ ഒരു കഥാപാത്രമായി വീണ്ടും മാറുകയാണ്. പല കഥാപാത്രങ്ങളെ നമ്മൾ തന്നെ അവതരിപ്പിക്കുകയാണ്. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, വ്യത്യസ്ത രൂപങ്ങളിൽ നമ്മൾ ആ പ്രശ്നത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു തേർഡ് പേഴ്സൺ വ്യൂ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ നമ്മളിൽ നിന്നിറങ്ങി നമ്മളെ നോക്കണം. അങ്ങനെ പല തലങ്ങളിൽ എന്താണ് ഈ പ്രശ്നം, സ്വയം എന്ന പ്രോബ്ലം, അല്ലെങ്കിൽ സ്വയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. സാഹചര്യത്തെ വ്യത്യസ്ത രൂപങ്ങൾ എടുക്കുന്നു. അതിന് ആരോഗ്യം എന്നത് ഈ മാറ്റത്തിനനുസൃതമായി പ്രവർത്തിക്കാൻ കഴിയുന്നതാണ്. ഒരു രോഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രൂപമാണ്. രോഗം എന്ന് പറയുന്നത് നമ്മുടെ ഓൾനെസ്സിൽ നിന്ന് മാറിയ ഒരു ഭാഗമാണ്, നമുക്കറിയാം. അപ്പൊ ഇതിനെങ്ങനെ കൂട്ടിച്ചേർക്കാൻ പറ്റും എന്നുള്ള അപ്പൊ ഇവിടെ സ്വയമായിരിക്കും ഒരുപക്ഷെ ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാനൊക്കെ തയ്യാറാകാതെ വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അതിന്റെ 4 to 9 ചാപ്റ്റേഴ്സിൽ പോകുമ്പോൾ ഡൈനാമിക്സ് ഓഫ് കോണ്ടാക്ട് ആണ്, സമ്പർക്കത്തിന്റെ ചലനശാസ്ത്രം. ആ കോണ്ടാക്റ്റിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ പറഞ്ഞു മാതാപിതാക്കളോട് പറഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ചെയ്യും, പക്ഷെ പറയാൻ പറ്റുന്നില്ല, കോണ്ടാക്റ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. കോണ്ടാക്റ്റിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, കുറച്ചും കൂടെ ഒന്ന് ഓപ്പൺ ആകേണ്ടതുണ്ട്. സോ ഇത് പുസ്തകത്തിന്റെ ഹൃദയഭാഗമായിട്ടാണ് പറയുന്നത്. ഇവിടെ ഈ സമ്പർക്കത്തിന്റെ ഒരു ചക്രമുണ്ട്, അല്ലെ, ആ ചക്രത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഒരു ശൂന്യത, സംവേദനം, ഊർജീകരണം, പ്രവർത്തനം, സമ്പർക്കം, തൃപ്തി, പിൻവാങ്ങൽ. നമ്മളെ കണ്ട ആ സർക്കിൾ ഓഫ് ഗസ്റ്റാൾട്ടിന്റെ ആ പ്രോസസ്, അവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നമ്മൾ പറയും കോണ്ടാക്ട് ബൗണ്ടറീസ് എന്ന് പറയും. അപ്പൊ ഈ കോണ്ടാക്ട് ബൗണ്ടറീസ് എന്തൊക്കെയാണ്, എങ്ങനെ അതിനെ തരണം ചെയ്യാമെന്നൊക്കെ അറിയുന്ന സമ്പർക്കത്തിന്റെ ചലനം നമ്മൾ കൃത്യമായിട്ട് ഒരു ചലനത്തിലൂടെ എത്താത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കൃത്യമായിട്ട് വരാത്തത് കൊണ്ടാണ് പലപ്പോഴും എന്ത് സംഭവിക്കാത്തത്, ആ സമ്പർക്കത്തിലെ കോണ്ടാക്റ്റിലേക്ക് നമ്മൾ എത്താൻ പറ്റാത്തത്. അപ്പൊ അതിനെ കൃത്യമായിട്ടൊന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. അപ്പൊ പ്രധാനമായിട്ടും സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സമ്പർക്കത്തിലെ ചില തടസ്സങ്ങളാണ്. അതിൽ കോണ്ടാക്ട് ബൗണ്ടറീസ് ഡിസ്റ്റർബൻസ്, അല്ലെങ്കിൽ കോണ്ടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസസ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞു 5 തരം പറയുന്നുണ്ട്. ഒരു ഇൻട്രോജക്ഷൻ ഉണ്ട്, അന്തരീകരണം, ഇന്റേണലൈസേഷൻ എന്ന് പറയും, മറ്റുള്ളവരുടെ ആശയങ്ങൾ വേർതിരിച്ചറിയാതെ വിഴുങ്ങുക. അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റും, മറ്റുള്ളവർ പറയുന്നുണ്ട് നിനക്കത് സാധിക്കും, പക്ഷെ അത് പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ നിന്നെ കൊണ്ടാകും എന്ന് ആ ഒരു അറിവ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് നമ്മൾ വിഴുങ്ങി അതിനെ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന ഒരവസ്ഥ. അപ്പൊ ഇൻട്രോജക്ഷൻ ആണ്, നമ്മളെ ഇന്റേണലൈസ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ പോയിന്റ് അവിടെ, ഇന്റേണലൈസേഷൻ എന്ന് പറയുന്നത് ആ സൈക്കിൾ പാർട്ടിന്റെ മൊബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയയിലാണ് വരുന്നത്. ഇന്റേണലൈസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കത് പറയാൻ പറ്റുന്നില്ല, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല,
അല്ലെങ്കിൽ മറ്റാരെ നമുക്ക് അതിനേക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ എല്ലാം ഈ ഇൻട്രോജക്ഷന്റെ പാർട്ട് വരും. നമ്മളുടെ ഉള്ളിലേക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് വരുന്നത് പ്രൊജക്ഷൻ ആണ്. പ്രൊജക്ഷൻ എന്ന് പറയുന്നത് സ്വന്തം വികാരങ്ങൾ മറ്റുള്ളവർക്ക് കൽപ്പിക്കുക. ഞാനൊരു പരീക്ഷയ്ക്ക് തോറ്റുപോകും എന്നൊരു ഫീല് വന്നാൽ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഈ അധ്യാപകൻ എന്നെ പരീക്ഷ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു തലം എൻ്റെ പ്രശ്നം മറ്റുള്ളവരിലേക്ക് കണക്ട് ചെയ്ത് വിടുന്നതാണ് പ്രൊജക്ഷൻ. റിട്രോഫ്ലക്ഷൻ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യും. ദേഷ്യം വരുന്നു, നമ്മളിൽ തന്നെ ദേഷ്യം തീർക്കുക, സ്വയം ഉപദ്രവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള തലങ്ങളാണ് റിട്രോഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. യഥാർത്ഥ സമ്മർദ്ദം ഒഴിവാക്കാൻ വേണ്ടി മറ്റ് തലങ്ങളിലൂടെ മാറി നിൽക്കുക, ഒഴിഞ്ഞു മാറുക, ചുറ്റിത്തിരിയുക, ഇങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ്. അപ്പോൾ സമ്പർക്കം ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ എല്ലാം സമ്പർക്കവുമായിട്ട് വരുമ്പോൾ, കോണ്ടാക്റ്റുമായിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഒരു കോൺഫ്ലുവൻസ് എന്ന് വെച്ചാൽ സ്വന്തം അതിരുകളും മറ്റുള്ളവരുടെ അതിരുകളും തിരിച്ചറിയാൻ പറ്റാതെ വരിക. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുന്നു, അത് കംപ്ലീഷനാണ്, ഫിനിഷിംഗ് ഏരിയ ആണ്. ആ സമയത്താണ് നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത്രയും പോരാ എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് വരും. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലുവൻസ് വരുന്നുണ്ട്. അതിരുകൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. എനിക്ക് ആവശ്യത്തിന് മതിയായോ, ഞാൻ വെള്ളം കുടിച്ച് എനിക്ക് തൃപ്തിയായില്ലേ, ഇങ്ങനെയുള്ളൊരു സംശയം. പൂർണ്ണമായിട്ടും ഒരു കണ്ടന്റ്മെന്റിലേക്ക് വരുന്നില്ല, ഹാപ്പിനെസ്സിലേക്ക് വരാത്തൊരു തലം എന്ന് വെച്ചാൽ അത് ആ ഗസ്റ്റാൾട്ട് ആ നീഡിനെ ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു തലത്തിലേക്ക് നമ്മൾ മാറുന്നൊരവസ്ഥ. അപ്പം ഇങ്ങനെയുള്ള ചില പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസ് നമുക്ക് ഉണ്ടാകാറുണ്ട്. അതിനെ നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. അഗെയിൻ നമ്മൾ പറയുകയാണ് ഈ സമ്പർക്കത്തിലെ തടസ്സങ്ങൾ അല്ലെങ്കിൽ കോണ്ടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് ലോകവുമായി സമ്പർക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്, അതിനെ കൃത്യമായിട്ട് വിശദീകരിക്കുക. ഒരാൾക്ക് ക്രോധം വരുമ്പോൾ അത് അന്യമായി തോന്നും, നമുക്ക് ദേഷ്യം വരും, ആ ദേഷ്യം വരുമ്പോൾ ഉണ്ടാകുന്ന ആ ചേഞ്ച്, അതുപോലെ പ്രൊജക്ഷൻ അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കുക, ദെൻ റിട്രോഫ്ലക്ഷൻ, ഇങ്ങനെയുള്ള ചില പ്രോബ്ലംസ് സമ്പർക്കത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ സഹായിക്കും അല്ലെങ്കിൽ അതിനുള്ള കാരണമായി മാറും. സോ തെറാപ്പിയുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഈ തടസ്സങ്ങളെ ഓവർകം ചെയ്ത് വീണ്ടും ഒരു ഹോൾനെസ്സിലേക്ക് നമ്മൾ എത്തുക, അല്ലെങ്കിൽ ആ സൈക്കിൾ, ഗസ്റ്റാൾട്ടിന്റെ ആ സൈക്കിൾ കംപ്ലീറ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇനി അതിന്റെ 10 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ തെറാപ്പി, ഗ്രോത്ത് ആൻഡ് സൊസൈറ്റി, വളർച്ചയും സമൂഹവും എല്ലാം ചേർന്ന ഒരു ഭാഗമാണ്. ഇവിടെയും നമ്മൾ വളർച്ചയുടെ ഘട്ടത്തിൽ സൊസൈറ്റിയിലേക്ക് അടുക്കുമ്പോഴൊക്കെ ഈ പറയുന്ന കോണ്ടാക്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകാം. ഇവിടെ എല്ലാം അൺഫിനിഷ്ഡ് ബിസിനസ് ഉണ്ടാകാം. നമ്മുടെ ഗസ്റ്റാർട്ട് കംപ്ലീറ്റ് ആകുന്നില്ല, നമ്മുടെ നീഡ് കംപ്ലീറ്റ് ആകുന്നില്ലെങ്കിൽ അവിടെ എല്ലാം ഈ അൺഫിനിഷ്ഡ് ബിസിനസ്സുകളാണ്. അപ്പോൾ ഈ അൺഫിനിഷ്ഡ് ബിസിനസ്സുകളെ എങ്ങനെ അനലൈസ് ചെയ്യും, എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം, അതിനെന്താണ് തെറാപ്പി? അപ്പോൾ ഈ പാർട്ടാണ് ഇവിടെ പലപ്പോഴും ഒരു സ്വയം പിന്തുണ വേണം, അതുപോലെ തന്നെ തെറാപ്പിസ്റ്റിന്റെ ഹെൽപ്പ് വേണം. അപ്പം ഇങ്ങനെയുള്ളത് പ്രത്യേകിച്ച് ഇത് സമൂഹവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വ്യക്തി എന്നുള്ള തലത്തിൽ കവിഞ്ഞ് വ്യക്തിക്ക് പുറമേയുള്ള തലത്തിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെയുള്ള സാധ്യതകൾ വരുന്നത്. അപ്പം അതിനെ കൃത്യമായിട്ട് അല്ലെങ്കിൽ വളർച്ചയുടെ ഘട്ടങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം അതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ട് നമുക്കതിനെ കാണാം. വേറെ രീതിയിൽ പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് തെറാപ്പിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്. ഒരു ഗസ്റ്റാൾ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്നത് ഒരു സഹകാരിയോ നിരീക്ഷകനോ ആണ്, മാത്രമല്ല ഒരു നല്ല നിർദ്ദേശകനുമാണ്. അപ്പോൾ സെക്ഷനുകളിൽ ഓരോ സെഷൻ മുന്നോട്ട് പോകുമ്പോഴും ക്ലയന്റിന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണ്. ക്ലയന്റിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെന്ന് കൃത്യമായിട്ട് തിരിച്ചു പോകും. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ ഹിയർ ആൻഡ് നൗ പെർസ്പെക്റ്റീവിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഈ നിമിഷത്തിൽ അതിനെ എങ്ങനെ കോൺകർ ചെയ്യാം, അല്ലെങ്കിൽ ഈ നിമിഷത്തിൽ എങ്ങനെ ആ സെൻസേഷൻ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ള തലത്തിലേക്ക് നമുക്ക് ഒരുപക്ഷെ ക്ലയന്റിന് അത്ര ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ക്ലയന്റിനെ നമുക്ക് കൃത്യമായിട്ട് ആ ബ്ലോക്കേജിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. എന്നിട്ട് അതിനെ തെറാപ്പിയിലൂടെ കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ ഭൂതകാലത്തെ വികാരങ്ങൾ അല്ലെങ്കിൽ അപൂർണ രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഫിഷ് ബിസിനസ്സുകൾ, പറയാതെ പോയ ഒരു വാക്ക് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാതെ വിട്ട ഒരു വികാരം, അല്ലെ, നമ്മൾ പറയത്തില്ലേ ഗ്രീഫ് തെറാപ്പി എന്നൊക്കെ നമ്മൾ പറയും. ഫൊർഗീവ്നെസ് കറക്റ്റായിട്ട് കിട്ടാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ കൺഫെഷൻ ശരിയാവുന്നില്ല, ഇങ്ങനെയൊക്കെ വരുന്ന തലങ്ങളിലൊക്കെ ഉണ്ടാകാവുന്ന ചില ബ്ലോക്കേജസ്, അതെല്ലാം എന്താണ്, ഈ അൺഫിനിഷ്ഡ് ബിസിനസിന്റെ പാർട്ടാണ്. ഇതെല്ലാം ബ്ലോക്കേജാണ്, ബൗണ്ടറി ഡിസ്റ്റർബൻസുകളാണ്. ഇതിനെ കറക്റ്റായിട്ട് ക്രമവൽക്കരിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങൾ പുസ്തകത്തിലെ പാർട്ട് 1 പാർട്ട് 2. പാർട്ട് 1 എന്ന് വെച്ചാൽ സെൽഫുമായിട്ടുള്ള ബന്ധമാണ്, നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാം. പാർട്ട് 2 എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാക്ടിക്കൽ ആൻഡ് തിയറട്ടിക്കൽ തെറാപ്യൂട്ടിക്കൽ പാർട്ടുകൾ. അപ്പൊ ഈ രണ്ട് ഭാഗവും ഒരേപോലെയാണ് പ്രവർത്തിക്കുന്നത്, രണ്ടും അവിടെയാണ് തെറാപ്പിസ്റ്റിന്റെ പ്രയോഗം. നിങ്ങളെ അനുഭവിപ്പിക്കുന്നു, അതാണ് പാർട്ട് 1. യഥാർത്ഥത്തിലുള്ള അനുഭവം
നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി തരികയാണ്. രണ്ട്, ഈ അനുഭവങ്ങൾക്ക് കൃത്യമായൊരു സിദ്ധാന്തത്തിന്റെ തലം കൊടുക്കുകയാണ്. എങ്ങനെയാണ് ഗസ്റ്റാൾട്ട് തെറാപ്പിയിലൂടെ അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതെന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളും കൂടെ ചേർന്ന് വരുന്ന ആ ഒരു തെറാപ്പിക്കൽ കോൺസെപ്റ്റാണ് നമ്മൾ ഗസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറയുന്നത്. എന്നുള്ള ഉദാഹരണങ്ങളിലൂടെ നമുക്ക് അതിനെ ഒന്നുകൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. എന്താണ് തെറാപ്പി, അല്ലെങ്കിൽ എന്താണ് ഗസ്റ്റാൾട്ട് തെറാപ്പിയിൽ ഉള്ളത് എന്ന്. നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഒരു സൈക്ലിക് പ്രോസസ് ഇവിടെയുണ്ട്. സെൻസേഷൻ, അവയർനെസ്, മൊബിലൈസേഷൻ, ആക്ഷൻ, കോണ്ടാക്ട്, സാറ്റിസ്ഫാക്ഷൻ, വിഡ്രോവൽ. ഇതിന് എവിടെയെങ്കിലും ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതൊരു അൺഫിനിഷ്ഡ് ബിസിനസ് ആയിട്ട് മാറും. അതിനെ നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. ആ അൺഫിനിഷ്ഡ് ബിസിനസ് ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെ ഓവർകം ചെയ്യാൻ എന്തൊക്കെ മാർഗം നോക്കുക. പ്രത്യേകിച്ച് കോണ്ടാക്റ്റുമായിട്ട് വരുന്ന ബന്ധങ്ങൾ, കോണ്ടാക്റ്റിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും ഇതിന് കൂടുതൽ അത് വരാനുള്ള കാര്യം. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിഡ്രോവൽ, ആ സമയത്ത് പൂർണ്ണമായ ഒരു സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്തുന്നില്ല. എൻ്റെ ബൗണ്ടറിയും മറ്റുള്ള ബൗണ്ടറിയും തിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ചില കോൺഫ്ലുവൻസിന്റെ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അപ്പൊ ഈ പ്രോസസ്സിനെ നമുക്കൊരു എക്സാമ്പിളിലൂടെ നമുക്ക് അനലൈസ് ചെയ്യാം. ഉദാഹരണത്തിന് ഈ അനുഭവത്തിന്റെ ഈ സൈക്കിളിനെ ഒരു വിശപ്പിന്റെ ഒരു ഉദാഹരണത്തിലൂടെ നമ്മളൊന്ന് നോക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഈ 7 തലങ്ങളിലൂടെ ഈ സിസ്റ്റത്തെ, അല്ലെങ്കിൽ ഈ നീഡിനെ, ഇതൊരു ഗസ്റ്റാൾട്ടാണ്. വിശപ്പ് എന്ന് പറയുന്നത് ഒരു ഗസ്റ്റാൾട്ടാണ്. അതിനെ നമ്മുടെ ആ പ്ലാറ്റ്ഫോം, നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ആ വിശപ്പ് എന്ന് പറയുന്ന ഗസ്റ്റാൾട്ട് ഒന്ന് ഐഡന്റിഫൈ ചെയ്യും. അപ്പൊ ആദ്യം അതിന്റെ സെൻസേഷനാണ്. വൈകിട്ടൊരു ശൂന്യത, അസ്പഷ്ടമായ ഒരു തോന്നൽ, എന്തൊക്കെയോ ഒരു തോന്നൽ, വിശക്കുന്നു എന്നൊരു തോന്നൽ, അല്ലെ, ഒരു ശൂന്യതയുടെ ഫീലിംഗ്. അത് എക്സാക്ട്ലി വിശപ്പാവണമെന്നില്ല, നമുക്കൊരു അസ്വസ്ഥത എന്തോ. ഓക്കെ, ഒരുപക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് പോലും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്തോ ഒരു വയറ്റിൽ ഒരു ശൂന്യതയുടെ ഫീലിംഗ്. ദെൻ അതിന് നമ്മൾ അവയർനെസ്സിലേക്ക് പോവുകയാണ്. എനിക്ക് വിശപ്പായി എന്ന ഒരു തിരിച്ചറിവ്. വിശക്കായി എന്ന് വെച്ചാൽ സമയമായി, വിശപ്പിന്റെ സമയമായി. ഒരുപക്ഷെ നമ്മൾ വളരെ ഇൻട്രസ്റ്റ് ആയിട്ടൊരു ജോബിൽ പാഷനേറ്റ് ആയിട്ട് നമ്മൾ നിൽക്കുമ്പോൾ സമയം അറിയുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ വയറ്റിൽ ഈ പറഞ്ഞ ഒരു ശൂന്യത ഫീൽ വരുന്നു. നമ്മൾ അവയർനെസ്സിലേക്ക് വരികയാണ്. ഒരു സമയം ഇത്രയായില്ലേ, അപ്പൊ എനിക്ക് വിശപ്പായി, എന്നോട് സമയമായി. വ്യക്തമായ ഒരു ഫിഗർ ഫോം ചെയ്യുക, ഒരു ഗസ്റ്റാൾട്ട് ഫോം ചെയ്യുക. എവിടെയാണത്? അതൊരു ബാക്ക്ഗ്രൗണ്ടിലാണ്. അത് ആ സിറ്റുവേഷനിൽ ഒരു ഫിഗർ ഫോം ചെയ്യും. അതിന് ഒരു എനർജി മൊബിലൈസേഷൻ നടക്കുക, ഒരു ഊർജീകരണ പ്രക്രിയ നടക്കുക, ഒരു എനർജി അല്ലെങ്കിൽ മൊബിലൈസേഷൻ നടക്കുക. ഭക്ഷണം കണ്ടെത്താനുള്ള ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു തയ്യാറെടുപ്പാണ്. എനിക്ക് ഭക്ഷണം കഴിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്ത് കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരും. ശ്രദ്ധ ഭക്ഷണത്തിലേക്ക് തിരിയുന്നു. അപ്പൊ ഇവിടെ ഒരു മൊബിലൈസേഷൻ നടക്കും. ഇനി അതിന്റെ അടുത്ത പാർട്ട് എന്ന് പറയുന്നത്, നാലാമത്തത് പ്രവർത്തനമാണ്. അപ്പൊ മനസ്സിൽ അതായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ആക്ഷനിലൂടെ, ഇപ്പൊ അടുക്കളയിലേക്ക്, അല്ലെങ്കിൽ കടയിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് തുറക്കുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു, അല്ലെങ്കിൽ ഉള്ള ഭക്ഷണം എടുക്കുന്നു. ഇതാണ് ചെയ്യുന്ന പ്രവർത്തനം. ഇനി അതിന്റെ സമ്പർക്കം എന്താണ്? സമ്പർക്കം എന്ന് പറയുന്നത് ആ ഭക്ഷണം കഴിക്കുകയാണ്. കഴിച്ച് നമ്മൾ ഒന്നായി ഭവിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഭക്ഷണം കഴിക്കുന്ന നിമിഷം രുചിയും അതിന്റെ സ്വാദും തൃപ്തിയും എല്ലാം ചേർത്ത് പൂർണ്ണമായിട്ടും നമ്മളുടെ ആ നീഡ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആ സമ്പർക്കം. അതിനുശേഷം നമുക്ക് എന്താ സംഭവിക്കുക? അങ്ങനെ സമ്പർക്കത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? തൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, ഞാനും ഭക്ഷണവും ഒന്നാകുന്ന ഒരവസ്ഥ. വിശപ്പ് നീങ്ങി, ശരീരം, മനസ്സ്, സന്തുഷ്ടി, ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ആവശ്യം, ആ നീഡ് തീരുകയാണ്. തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു വിഡ്രോവലും കൂടെ വേണം. സോ വിഡ്രോവൽ മീൻസ് ഭക്ഷണത്തിൽ നിന്ന് ശ്രദ്ധ മാറുന്നു. ഇനി എനിക്ക് വേണ്ട എന്ന് പറയുന്നു. പുതിയ ആവശ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയൊരു ഗ്രൗണ്ടിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ആ ഓൾറെഡി ഉള്ള ഗ്രൗണ്ടിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. അങ്ങനെ ആ ചക്രം പൂർത്തിയാകുക. ഇനി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ബ്ലോക്കേജ് വന്നാൽ സംഭവിക്കും. അവിടെയാണ് അൺഫിനിഷ്ഡ് ബിസിനസ് എന്ന് പറയുന്നൊരു തലം. ഇപ്പൊ ഇവിടെ ചക്രം ഏതെങ്കിലും കാരണവശാൽ, അല്ലെങ്കിൽ ഈ സൈക്കിൾ ബ്ലോക്ക് ആകുക, എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് ആകുക. അപ്പൊ അതിന് പല കാരണങ്ങളും. ഒന്ന് നമ്മൾ പറഞ്ഞു, ഇൻട്രോജക്ഷൻ, അന്തരീകരണം, അത് ഇന്റർണലൈസേഷന്റെ പാർട്ട്. ഇതെനിക്ക് ഭക്ഷിക്കാനുള്ള സമയമല്ല എന്ന് മറ്റാരെങ്കിലും പറയുന്നത് നമ്മൾ അതുപോലെ തന്നെ സ്വീകരിക്കുക. ഈ സമയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന, നല്ല വിശപ്പുണ്ട്, പക്ഷെ പറയാണ് ഈ സമയത്ത് കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ബ്ലോക്കേജ്, ഒരു ഡിസ്റ്റർബൻസ്, ബൗണ്ടറി, ഒരു ഡിസ്റ്റർബൻസ് അവിടെ ഉണ്ടാകുന്നു. അഗെയിൻ റിട്രോഫ്ലക്ഷൻ വരുന്നുണ്ട്. വിശപ്പിനെ ശരിയായ വേദനയോ തലവേദനയോ ആയി മാറ്റിവിടുക. യഥാർത്ഥത്തിലുള്ള വിശപ്പല്ല, അത് മറ്റെന്തെങ്കിലുമാണ്. ശരീരത്തിന്റെ ഒരു സെൻസേഷൻ ആക്കി അതിനെ മാറ്റിവിടുക. ഇത് ഡിഫ്ലക്ഷൻ ആണെങ്കിലോ, വിശപ്പ് തൃപ്തിപ്പെടാതെ ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ കുടിച്ച് തൽക്കാലം ശാന്തമാകും. അപ്പൊ ഇതെല്ലാം എന്താണ്? ആ ഗസ്റ്റാൾട്ട് അൺഫിനിഷ്ഡ് ആവുകയാണ്. അൺഫിനിഷ്ഡ് ആകുമ്പോൾ നമ്മുടെ വിശപ്പ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ ആ സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഈ സൈക്കിൾ കംപ്ലീറ്റ് ആകാൻ ഒരുപക്ഷെ വീണ്ടും ആ സെൻസേഷൻ മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഇതാണ് ഒരു ഗസ്റ്റാൾട്ടിന്റെ ഒരു എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ഇതേപോലെ തന്നെ
പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭയമുണ്ട ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പോൾ അവർക്കും ഈ രീതിയിലുള്ള ഒരു സെൻസേഷൻ ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ഒരു പരീക്ഷയുടെ സമയമാണ്, അല്ലെങ്കിൽ പരീക്ഷാ കാലം എന്നുള്ള ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ നിൽക്കുന്നു. ഇതൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ നിന്ന് നമ്മളൊരു ഗസ്റ്റായിട്ട് ഒരു ഫിഗർ ഫോം ചെയ്യുകയാണ്. പരീക്ഷാ ഭയമാണത്. അതിൽ ആദ്യം സെൻസേഷനാണ്, സംവേദനമാണ്. ശരീരത്തിലൊരു അസ്വസ്ഥത ഉണ്ടാകുന്നു, ശരീരത്തിലൊരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്, ഒരു മാറ്റം. ഹൃദയമിടിപ്പ് കൂടാം, വിയർപ്പുണ്ടാകാം, അല്ലെങ്കിൽ വയറിന് നമ്മുടെ HP ആക്സസ് വഴിയുള്ള ആ ഗട്ട് ബ്രെയിൻ ആക്സസ് കൂടെയുള്ള ഒരു ചേഞ്ച്, ഒരു മാനസിക തലമുണ്ടാകാം. ഇനി രണ്ടാമത് അതിൻ്റെ അവയർനെസ്സിൻ്റെ പാർട്ടാണ്. എന്താണ്, എനിക്ക് പരീക്ഷയെക്കുറിച്ച് വളരെ ഭയമാണ്, ഇനി പരീക്ഷയാണ് എന്നെ ഭയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്നൊക്കെ തോന്നുന്ന ചില ഭാഗങ്ങൾ. ആ ഭയം ഇപ്പോൾ വ്യക്തമായ ഒരു രൂപമായി മാറുകയാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു അവയർനെസ്സിൽ ആ ബോധം, അല്ലെങ്കിൽ ആ അവയർനെസ്സിൽ ബോധത്തിൽ കൃത്യമായിട്ട് എന്താണ് ആ പേടി എന്നുള്ളത് തിരിച്ചറിയുക. അടുത്ത പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, അനുഭവ ചക്രത്തിന്റെ പരീക്ഷാ ഭയത്തിലെ ഊർജീകരണം എന്ന് പറഞ്ഞ പാർട്ടാണ്. എനർജി അല്ലെങ്കിൽ മൊബിലൈസേഷൻ. എന്താ സംഭവിക്കുന്നത്, ഭയവും ആശങ്കയും കൊണ്ട് ശരീരവും മനസ്സും ഉണർന്നു നിൽക്കുന്നു. ഈ ഊർജം പൊട്ടിപ്പുറപ്പെടാൻ തയ്യാറാണ്. എന്നുവെച്ചാൽ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു മൊബിലൈസ് ചെയ്തു. എന്നാൽ പേടിയുടെ ഒരു മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ്. ഈ പരീക്ഷ എഴുതാനേ പറ്റുന്നില്ല, ഞാൻ ആകെ ഭയത്തിലാണ്, എൻ്റെ മൈൻഡ് മാറി. പ്രവർത്തനം എന്താണ്, ആരോഗ്യപരമായ പ്രവർത്തനം, റൊബോട്ട് മാറുക, പിന്മാറുക, പരീക്ഷയ്ക്ക് ഞാൻ എഴുതുന്നില്ലെന്ന് വിചാരിക്കുക, പരീക്ഷ അഭിമുഖീകരിക്കാനുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയൊരു പ്ലാനിലേക്ക് മാറുക. തടസ്സമുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, ബോധക്കേടാകാം, അല്ലെങ്കിൽ പെട്ടെന്ന് പിന്മാറുകയാകാം, പഠനം നിർത്തുകയാകാം, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മാരകമായ തരത്തിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം അവിടെ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ്. ദെൻ അനുഭവചക്രത്തിന്റെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് തൃപ്തി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ, റെസൊല്യൂഷൻ ആണ്. ഇവിടെ പ്രവർത്തനത്തിലൂടെയുള്ള ഭയം കൈകാര്യം ചെയ്തിട്ട് ആന്തരിക സമ്മർദ്ദം കുറയും. അപ്പൊ എങ്ങനെയാണ് ഇത് മാറ്റുന്നത്, ഭയം അടങ്ങാതെ നിൽക്കുക, അല്ലെങ്കിൽ താൽക്കാലികമായ ഒഴിവാക്കൽ മാത്രം. അപ്പൊ എന്താണോ അവിടെ ചെയ്യാൻ പറ്റുന്നത്, ഈ ആ ഭയത്തെ തൃപ്തിപ്പെടുത്താൻ നമ്മൾ എന്ത് ചെയ്യാം. ദെൻ ഫൈനലി ഒരു പിൻവാങ്ങലിന്റെ ഏരിയ, ഭയത്തിന്റെ രൂപം മാഞ്ഞ് ശ്രദ്ധ പുതിയ കാര്യത്തിലേക്ക് മാറുന്നു. എന്നുവെച്ചാൽ ആ പ്രശ്നം അവിടെ ക്ലോസ് ചെയ്യുന്നു. പരീക്ഷ നമ്മൾ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ ആ ടെൻഷൻ ഇല്ലല്ലോ. പരീക്ഷയുടെ അടുത്ത ഭാഗത്തേക്ക് പോകും, അല്ലെങ്കിൽ അടുത്ത പരീക്ഷയിലേക്ക് പോകും, അടുത്ത പുതിയ രീതിയിലേക്ക് പോകും. അങ്ങനെ ചക്രം പൂർത്തിയാകും. അപ്പൊ ഇവിടെ ഭയം കൊണ്ട് പരീക്ഷ എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യും. ഇത് എപ്പോഴും ഒരു പ്രോബ്ലം. അടുത്ത പരീക്ഷ വരുമ്പോൾ ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ പരീക്ഷയുടെ എക്സാമ്പിളിൽ ഇവിടെയും കുറച്ച് ഇൻട്രോജക്ഷൻസ്, അല്ലെങ്കിൽ പറയുന്ന പോലെ കോണ്ടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. ഒന്ന് ഇൻട്രോജക്ഷൻ, മാതാപിതാക്കളുടെ സമൂഹത്തിൽ നിന്നുകൊണ്ട് നിന്നെക്കൊണ്ടാകും എന്ന് പറയും, പക്ഷെ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ പരീക്ഷ നിനക്ക് ഈസി ആയിട്ട് എഴുതാമല്ലോ, അധ്യാപകർ പറയും, വളരെ ഈസി ആയിട്ട് ഇതെല്ലാം പഠിച്ചില്ലേ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് മാർക്ക് ഉണ്ടായിരുന്നല്ലോ, ധൈര്യമായിട്ട് എഴുതാമല്ലോ, പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. പക്ഷെ എന്താണ്, അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്നെ സംബന്ധിച്ചോളം എനിക്കത് പറ്റത്തില്ല എന്നത് തോന്നും. അതുപോലെ പ്രൊജക്ഷൻ, നമ്മൾ പറഞ്ഞു ഈ അധ്യാപകന് എന്റെ പരീക്ഷയിൽ തോൽപ്പിക്കണം എന്ന് ആഗ്രഹിക്കും. അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ടം, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നം മറ്റൊരാളിലേക്ക് മാറ്റിവിടുന്ന ഒരു രീതി ഇവിടെ ഉപയോഗിക്കാൻ. അതുപോലെ റിട്രോഫ്ലക്ഷൻ എന്ന് പറയുന്നത് പുറത്ത് പ്രകടിപ്പിക്കാതെ ഭയം അകത്തുണ്ടാക്കുക. ഞാൻ അയോഗ്യനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ് എന്നൊക്കെ നമ്മളുടെ ഇന്നർ സൈഡിലേക്ക് നമുക്ക് നമ്മളെ തന്നെ മുറിവേൽപ്പിക്കുക. അല്ലെങ്കിലും എനിക്കൊരു കഴിവില്ലാത്തവനാണ്, ഒരു പരീക്ഷ എഴുതാനുള്ള കപ്പാസിറ്റി ഇല്ല, കൃത്യസമയത്ത് പഠിക്കത്തില്ല, ഇങ്ങനെ അതൊരു ശാരീരിക വേദനയോ മാനസിക വേദനയൊക്കെ ആക്കി മാറ്റുന്ന രീതിയിൽ ഒരു റിട്രോഫ്ലക്ഷന്റെ സാധ്യതകളുണ്ട്. ഡിഫ്ലക്ഷൻ ആണെങ്കിൽ പഠിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് പോകാം, മൊബൈലിൽ ഒരു സിനിമ കാണുക, അല്ലെങ്കിൽ ഭയത്തെ ഒഴിവാക്കാൻ വേണ്ടി മറ്റ് ജോലികളിൽ ഇടപെടുക. അപ്പൊ ഇതെല്ലാം കോണ്ടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസസ് ആണ്. അപ്പൊ ഇതൊക്കെ പ്രോബ്ലം തന്നെയാണ്. ഈ പ്രോബ്ലത്തെ ഓവർകം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും തെറാപ്പിയുടെ തലം ഇവിടെ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ എവിടെയൊക്കെയാണ് ഈ കോണ്ടാക്ട് ബൗണ്ടറി ഇഷ്യൂസ് ഉണ്ടാകുന്നത്, എവിടെയൊക്കെയാണ് ഈ അൺഫിനിഷ്ഡ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ ഇവന്റുകൾ ഉണ്ടാകുന്നത്, അതിനെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനെ ഓവർകം ചെയ്യാൻ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള തെറാപ്യൂട്ടിക് സേവനങ്ങൾ നമ്മൾ ഉപയോഗിക്കും. ഒരു ഗസ്റ്റാപ്പ് തെറാപ്പിയുടെ കോൺസെപ്റ്റിൽ പറയുമ്പോൾ ലക്ഷ്യം ഭയം പൂർണ്ണമായി ഒഴിവാക്കുകയല്ല, മറിച്ച് അതിനോട് ബോധപൂർവം സമ്പർക്കം പുലർത്തുക. നമുക്കറിയാം, ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ ഒളിച്ചോടുകയല്ല ചെയ്യുന്നത്, അതിനെ വളരെ ബോധപൂർവം അവയർനെസ്സോട് കൂടി അതിനെ കോംപ്രമൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇതിന്റെ ഊർജം ഫലപ്രദമായ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് ക്യാരി ഓവർ ചെയ്യാൻ പറ്റും. അല്ലെ, പുതിയൊരു പഠനത്തിന്റെ രീതി, അല്ലെങ്കിൽ
ഇപ്പം നമ്മൾ പറയാം പഠിച്ച് ട്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പേടിയെ ഓവർകം ചെയ്യാനുള്ള സാധ്യത. പഠിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് പേടിയുടെ ഒരു കാരണം. അപ്പൊ അതിനെ ഓവർകം ചെയ്യാനുള്ള സാധ്യതകളിലേക്ക് മാറ്റിവിടുക. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ ഒരു ഹോളിസമാണ് അല്ലെ. നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ആസ് എ ഹോൾ ഒരു പൂർണ്ണതയിൽ നിൽക്കുക. ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട്, ഒരു പർപ്പസ് ഓറിയന്റഡ് ആയിട്ട്, ഒരു ഫുൾ കപ്പാസിറ്റിയിൽ, ഒരു ഹ്യൂമൻ ഫുൾനെസ്സിൽ. നമുക്കറിയാം ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലാണ്. ആ ലെവലിൽ എത്താൻ സഹായിക്കുന്ന ഒരു തെറാപ്പിയാണ്. അപ്പൊ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ബ്രേക്കായി പോകുന്ന സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മളോട് കൂടി ചേർത്ത് കൊണ്ട് പോവുക എന്നുള്ള ഒരു മനുഷ്യന്റെ എക്സ്പീരിയൻസ്, അവന്റെ അറിവുകൾ, നോളജ്, അതുപോലെ തന്നെ ഫിനോമിനോളജിക്കൽ, അവന്റെ ജീവിതത്തിന്റെ ബോധത്തിന്റെ അനുഭവത്തിന്റെ ആധാരമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ സബ്ജക്റ്റീവ് ട്രഷേഴ്സ്, അവരെ മാത്രം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഇതിനെല്ലാം പ്രസന്റ് സിറ്റുവേഷൻ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന ഒരു തെറാപ്പിയാണ്, ക്രിയേറ്റീവ് തെറാപ്പിയാണ് ഈ സിസ്റ്റം ഗസ്റ്റാൾട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ഇവിടെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറയുന്നത്, ഗസ്റ്റാൾട്ട് തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എംപ്റ്റി ചെയർ ആണ്. അത് 2 ചെയറോ അല്ല മൾട്ടി ചെയർ ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ക്ലയന്റിന് നമുക്കറിയാം ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഒരു അൺഫിനിഷ്ഡ് ബിസിനസിന്റെ ഏരിയയിലാണ്, കോൺടാക്ട് ബൗണ്ടറി പ്രോബ്ലത്തിലാണ്, ഒരു ഡിസ്റ്റർബൻസിൽ നിൽക്കുകയാണ്. ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നില്ല, കോൺടാക്റ്റിലേക്ക് എത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫുൾഫിൽമെന്റിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഈ പറയുന്ന 7 തലത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബ്ലോക്കാണ്. ആ ബ്ലോക്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ക്ലയന്റിന് എന്താണോ പറയാനുള്ളത് പറയാനുള്ളത് ഒരു എംപ്റ്റി ചെയറിനെ നമുക്ക് പറയാം. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തിയോടാണ് പറയാനുണ്ടെങ്കിൽ ആ വ്യക്തി ആ ചെയറിൽ ഇരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് പറയാനുള്ളത് മുഴുവൻ പറയും. അപ്പോൾ സ്വല്പം ആ വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ ആ വ്യക്തിയോട് പറയാനുള്ളതെല്ലാം പറയാനുള്ള ഒരു പവർ. ഒരുപക്ഷെ അത്ര ഈസി അല്ല, എങ്കിലും അതിനോടൊപ്പം നമ്മുടെ ക്ലയന്റിന്റെ തെറാപ്പിസ്റ്റിന്റെ ആ ഒരു ഇന്റർവെൻഷൻ കൂടെ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാം. ഒരുപക്ഷെ നമ്മൾ പറയും ആ ക്ലയന്റ് തിരിച്ചു പറഞ്ഞാലോ, കാരണം കണ്ണടച്ച് അങ്ങനെ ഒരു മൂഡിലേക്ക് എത്തിച്ചിട്ടാണ് നമ്മൾ ക്ലയന്റിനെ കൊണ്ട് പറയാൻ ശ്രമിപ്പിക്കുന്നത്. ആ സമയത്ത് ക്ലയന്റ് ഫീൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തി അവിടെ ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പറയും ആ വ്യക്തി ഒന്നും പറയത്തില്ല, ഷുവറാണ്, തീർച്ചയായിട്ടും ഒന്നും പറയത്തില്ല, എല്ലാം കേട്ടിരിക്കത്തുള്ളൂ എന്നുള്ള ഒരു അഷുറൻസ് കൊടുത്ത് നമ്മൾ അവരുമായിട്ട് സംസാരിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ പാർട്ട്. അതിനുശേഷം ആ വ്യക്തിയുടെ സീറ്റിൽ അല്ലെങ്കിൽ ആ വേക്കൻ്റ് ആയിട്ടുള്ള കസേരയിൽ പോയിരുന്ന ആ വ്യക്തി എന്താണോ, നമ്മൾ ആരോടാണോ പറഞ്ഞത്, ആ വ്യക്തി എന്താണോ പറഞ്ഞത് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ആ മാനസിക തലം സ്വല്പം കൂടെ ഓപ്പൺ ആവും. നമുക്ക് വെൻ്റ് ഔട്ട് എന്നൊക്കെ പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് വരും. അങ്ങനെ കൃത്യമായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റി വരും. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരുപക്ഷെ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക്. ദെൻ അടുത്തൊരു പാർട്ട് എക്സാജറേഷൻ ആൻഡ് ആംപ്ലിഫിക്കേഷൻ ആണ്. നമുക്കറിയാം എല്ലാം സപ്രസ്ഡ് തലത്തിലാണ്, അതിന് നമ്മൾ എക്സാജറേറ്റ് ചെയ്യും. അതായത് അൺകോൺഷ്യസ് തലത്തിലാണ് നിൽക്കുന്നത്, അതിനെ കോൺഷ്യസ് തലത്തിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടി കുറച്ച് എക്സാജറേഷൻ, കുറച്ച് ആംപ്ലിഫിക്കേഷൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, തീർച്ചയായും തെറാപ്പിസ്റ്റിന്റെ സഹായത്തോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ, എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. വൺസ് അത് എത്തിക്കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ മുന്നോട്ട് പോകും. പിന്നെ ഡ്രീം വർക്കാണ്. നമ്മളുടെ ക്ലയന്റിന്റെ സ്വപ്ന അവസ്ഥയെ കൃത്യമായിട്ടും ഉപയോഗിക്കുക. ഒരു ഇമാജിനേഷന്റെ തലമൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ദെൻ സ്റ്റേയിങ് വിത്ത് ഫീലിംഗ്. ചില സമയത്ത് അത്രമാത്രം ഒരു ട്രോമയുടെ അവസരമൊക്കെ ഉണ്ടെങ്കിൽ അതേ ഫീലിംഗിൽ നിലനിൽക്കാൻ പറയാം. എന്താണ്, ഓരോ പ്രാവശ്യം നിലനിൽക്കുമ്പോഴും വേണമെങ്കിൽ കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ, അനലൈസ് ചെയ്യാനും കൃത്യമായിട്ട് ആ സാഹചര്യത്തെ അവോയ്ഡ് ചെയ്യാനും പഠിക്കാം. അതിൽ തന്നെ നിൽക്കുക, ആ സാഹചര്യത്തിൽ തന്നെ നിൽക്കുക. സിസ്റ്റമാറ്റിക് ഡിസെൻസിറ്റൈസേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ, ബിഹേവിയർ തെറാപ്പിയിലൊക്കെ പറയുന്ന പോലെ ആ പോയിന്റിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് പുറത്തിറങ്ങാനും അതിന് കൂടുതൽ അനലൈസ് ചെയ്യാനും ഇതെൻ്റെ ഒരു വേ ഓഫ് ഡൂയിങ് അല്ല എന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു വലിയ സാധ്യത അവിടെ കിട്ടും. ദെൻ ഫൈനലി ലൊക്കേറ്റിംഗ് ഇമോഷൻസ് ഇൻ ദ ബോഡി. നമ്മുടെ ശരീരമാണ് എല്ലാ തരത്തിലുള്ള ഇമോഷൻസ് കൃത്യമായിട്ട് നമ്മൾ പ്രതിഫലിപ്പിക്കുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ആ സംവേദനങ്ങളെ, ചലനങ്ങളെ നമ്മൾ അറിയാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ അത് കൃത്യമായിട്ട് അറിയാനുള്ള ഒരു പ്രാക്ടീസ് നമ്മുടെ സെൽഫ് എന്ന് പറയുന്ന ഒരു തലത്തിലാണ് വരുന്നത്. ആ ബുക്കിന്റെ പാർട്ട് 1 നമ്മൾ ചെയ്ത പ്രോസസ്സാണ്. കൂടുതൽ അറിയുക നമ്മുടെ സെൻസേഷൻസ്, നമ്മുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബോഡിയുടെ ചലനങ്ങളെ,
ഒരു തോട്ട് വരുമ്പോൾ, ഒരു ഇമോഷൻസ് വരുമ്പോൾ ഒക്കെ നമ്മുടെ ശരീരത്തിന്റെ ചലനങ്ങളെ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതെന്താണ് നമ്മളോട് പറയുന്നത്? നമ്മൾ ഈ പറയത്തില്ലേ, നിങ്ങളുടെ ബോഡി എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റും ഒരു ക്ലയന്റുമായിട്ടുള്ള ഇന്റർവെൻഷനിൽ അത്ര ക്ലയന്റിന്റെ കൈയുടെ ചലനം അല്ലെങ്കിൽ കണ്ണിന്റെ ചലനം, ഇല്ലെങ്കിൽ ഫിസിക്കലായിട്ട് കാണുന്ന വെർബൽ നോൺ വെർബൽ ക്യൂസ് എല്ലാം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് എന്താണ് ഇപ്പോൾ ബോഡി സംസാരിക്കുന്നത്. കൈയുടെ വിരൽ അനങ്ങുന്നുണ്ടെങ്കിൽ ഈ വിരൽ എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അവർക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ ഉണ്ടായിക്കോളും. അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ബോഡിയുടെ ലൊക്കേഷൻസ് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ഈ പ്രോസസ്സുകളിലൂടെയൊക്കെ നമുക്ക് നമ്മളുടെ ഒരു വ്യക്തിയുടെ ഒരു ഫുൾനെസ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു പർപ്പസ് ഓറിയന്റഡ് ആയിട്ട് ഒരു ഫുൾ കപ്പാസിറ്റിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് ഗസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബുക്കിലൂടെ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട തലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ നിമിഷത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മൾ ശ്രമിക്കുക. ഭാവിയിലും ഭൂതത്തിലും പോയി നമ്മളുടെ എനർജി വേസ്റ്റ് ചെയ്യാതെ ഈ നിമിഷത്തിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. ഇതാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്, നമ്മളിന്റെ വിട്ടുപോയ ഭാഗങ്ങൾ, വേർപെട്ടു പോയ ആ ഭാഗങ്ങൾ, അത് തീർച്ചയായിട്ടും നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ്. അതിനെ എങ്ങനെ കൂട്ടിച്ചേർക്കാം, എങ്ങനെ ഒരു ഹോൾനെസ്സിലേക്ക് കൊണ്ടുവരാം, ഗസ്റ്റാൾട്ട് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള ഒരു അറിവ് നമ്മൾ ഉണ്ടാക്കാം. മൂന്നാമത്തത്, കോണ്ടാക്ട്. നമ്മുടെ പ്രശ്നം അല്ലെങ്കിൽ നീഡ് ഗസ്റ്റാൾട്ട് ഫിനിഷ് ചെയ്യാൻ കോണ്ടാക്റ്റുകൾ എങ്ങനെയാണ് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് അറിയാം. അതുപോലെ തന്നെ കോണ്ടാക്റ്റിൽ എത്തുന്നതിന് മുമ്പുണ്ടാകുന്ന കോണ്ടാക്ട് ബൗണ്ടറീസ്, അതുപോലെ കോണ്ടാക്ട് ബൗണ്ടറി ഡിസ്റ്റർബൻസ് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയും. ഈ കാര്യം അതുപോലെ തന്നെ സെൽഫ് റെഗുലേഷൻ, സ്വയം നിയന്ത്രണം, അതൊരു റെട്രോസ്പെക്റ്റീവ്, നമ്മുടെ റിഫ്ലക്ഷന്റെ പാർട്ടാണ്. അത് കൃത്യമായിട്ട് തിരിച്ചറിയുക. ഞാനെന്ന വ്യക്തിയുടെ തലം, പക്ഷേ നമ്മൾ അതിന്റെ അടുത്ത പോയിന്റ് കൂടെ പറയുന്നത് വളരെ കൃത്യമാകും. ഐ ആം ദി റെസ്പോൺസിബിൾ, ഐ ടേക്ക് റെസ്പോൺസിബിൾ. ഞാൻ തന്നെ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്യൂറേറ്റീവ് ഇഫക്റ്റ് നമുക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ബോധം തന്നെയാണ് രോഗശമനം, അല്ലെങ്കിൽ അവയർനെസ് ഈസ് ക്യൂറേറ്റീവ്. അപ്പൊ ഈ ഗസ്റ്റാൾട്ടിന്റെ തികഞ്ഞ ബോധത്തിലേക്ക് എത്താൻ നമ്മളുടെ ബ്ലോക്കേജസ് എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, നമ്മുടെ അൺഫിനിഷ്ഡ് ബിസിനസിന്റെ ഏരിയകൾ ഏതാണെന്ന് മനസ്സിലാക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു തെറാപ്പിയാണ്. അപ്പോൾ ഈ തെറാപ്പിയിലൂടെ കടന്നു പോകുമ്പോൾ കൃത്യമായിട്ട് ആ ഹോൾനെസ്സിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സോ ഇതാണ് ഗസ്റ്റാൾട്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കമൻസ് ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു. കമന്റ്സ് ഉണ്ടോ? പറയൂ. എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പറയൂ. ജോഷ് സാർ ഉണ്ടോ? റോയ് സാർ? കൊമന ടീച്ചർ? ജോഷ് സാർ വരൂ. കാര്യമായിട്ടൊന്നും പറയാനില്ല എനിക്ക്. കാരണം ഇത് ഞാനിപ്പോൾ MA സൈക്കോളജി ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക് ഗസ്റ്റാൾട്ട് തെറാപ്പി. ശരിക്കും പറഞ്ഞാൽ വെർത്തീമറാണ് എനിക്ക് തോന്നുന്നത് 1940s ആദ്യമായിട്ട് ഈ ഗസ്റ്റാൾട്ട് എന്നുള്ള ആ തിങ്കിങ് കൊണ്ടുവന്നെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ള തിയറി പറയുന്നത്. അതായത് മുമ്പ് ഈ ബിഹേവിയറിസം, തെറാപ്പി ഉണ്ട്, ഗസ്റ്റാൾട്ട് സൈക്കോളജി ഉണ്ട്, സൈക്കോളജി, ഗസ്റ്റാൾട്ട് സൈക്കോളജി ഞാൻ പറഞ്ഞത് സൈക്കോളജി. അപ്പൊ അത് വെർത്തീമറാണ് തുടങ്ങി വെക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് ബിഹേവിയറിസം സ്ട്രക്ചറലിസം ഒക്കെ കഴിഞ്ഞിട്ട് അതിന് എതിരായിട്ട് വന്നിട്ടുള്ള, അതായത് വോൾ ഈസ് ഗ്രേറ്റർ ദാൻ ദ സം ഓഫ് ദ പാർട്സ്. അതായത് എല്ലാത്തിനും ഹോളിസ്റ്റിക് ആയിട്ട് കാണുക എന്നുള്ള ആ ഒരു തിങ്കിങ് ആണ് ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ കാണുമ്പോൾ അതിന് കൂടുതൽ അർത്ഥങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ചിലപ്പോൾ ഒരു ലാംഗ്വേജ് എന്നൊരു വേർഡ് ഞാൻ പറയുമ്പോൾ അത് ഇല്ലെങ്കിലും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ വോൾനെസ്സിൽ നമ്മളത് ആ ലാംഗ്വേജ് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളത് പിക്കപ്പ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. അതുപോലെ ഉള്ള ആ ഒരു ഇതാണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ജസ്റ്റാൾട്ട് തെറാപ്പി ആയത് ഡിറൈവ് ചെയ്ത് സബ്സെക്കൻഡ്ലി വന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ മോഡേൺ സൈക്കോളജിയുടെ ഒരു ആശയമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അതായത് പറയുന്ന പണ്ട് ഫ്രോയിഡിൻ്റെ സമയത്തൊക്കെ പാസ്റ്റിൽ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പ്രോബ്ലംസ് അതിനെ എടുത്ത് കൊണ്ടുവന്ന് കറക്റ്റ് ചെയ്ത് റെക്ടിഫൈ ചെയ്യുക എന്നുള്ള ഒരു, അതിനപ്പുറത്ത് ഇപ്പോൾ മോഡേൺ സൈക്കോളജിയിൽ ഇത് കുറച്ചുകൂടിയും എനിക്ക് തോന്നുന്നത് ഈ ഹിയർ ആൻഡ് നൗവിൽ ഇന്ന് നമ്മുടെ വെൽനെസ്, നമുക്ക് എങ്ങനെ വെൽനെസ് നല്ലതിൽ ആയിത്തീരാൻ സാധിക്കും.
അതാണ് ഇതിൻ്റെ ഒരു ബേസിസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലിപ്പോൾ ആ ജസ്റ്റാൾട്ടിൻ്റെ ആ സൈക്കിളൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്, പക്ഷേ വളരെ നന്നായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. എങ്ങനെ ഏതോ ഓരോ ആസ്പെക്റ്റിലും ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന ഇപ്പോൾ ദാഹിക്കുമ്പോൾ, വിശക്കുമ്പോൾ, അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ അതിനെ അതിന് ആ ഓരോ ആസ്പെക്റ്റും എങ്ങനെ നമ്മളിലേക്ക് വരുന്നു, അവസാനം നമ്മൾ എങ്ങനെ അത് ഫൈനലായിട്ട് നമ്മളത് വിഡ്രോ ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഫിക്സേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ അതിനെ ശരിയാക്കി എടുക്കുന്നു. ഇതാണ് സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് സ്ലൈഡ്സ് ഉണ്ട്. വളരെ ഇതാണ്, എനിക്കൊന്ന് 2 ക്ലാസ് ആക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണിത്. ഏതായാലും വളരെ നല്ല ഇതിൽ സാറ് കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നത് ഈ ലൊക്കേറ്റിംഗ് ദ ഇമോഷൻസ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആളുകൾക്ക് സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു തെറാപ്പിസ്റ്റ് ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന സംഗതിയാണ് വെൻ ദ സ്പീക്ക് ഔട്ട് വാട്ട് ആർ ദ ഫീലിങ്സ്, എവിടെയാണ് ആ പുള്ളിക്ക് വേദന തോന്നുന്നു, ഫിംഗറിൻ്റെ ചലനങ്ങൾ, കണ്ണിൻ്റെ ഇതുകൾ, ഇതൊക്കെ കണ്ടുപിടിക്കുക. അതൊക്കെ ഒക്കെ തെറാപ്പി സൈഡിൽ നിന്നുള്ളതാണ്. സാർ കുറെ കൂടി നല്ല തെറാപ്പിസ്റ്റ്. ഞാൻ അത്രയും ഡീപ്പായിട്ട് പോയിട്ടില്ല, ഞങ്ങൾക്ക് തെറാപ്പി ഈ കൊല്ലമാണ്, സെക്കൻഡ് ഇയറാണ് തെറാപ്പി വരുന്നത്. അപ്പോൾ അത് കൂടുതൽ പഠിക്കാമെന്ന് വിചാരിക്കും. ഏതായാലും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, എനിക്കൊരു ഉപകാരമായിട്ട് തോന്നി. കാരണം എൻ്റെ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ഒരു ലൈറ്റ് ത്രോ ചെയ്യുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നി. വളരെ താങ്ക്സ്. കുറച്ച് ചുമയൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ നന്ദി. ഇനിയും ഇങ്ങനെയുള്ള അതുകൾ പങ്കെടുക്കുന്ന ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ സൈക്കോളജിക്കൽ തിയറി സൈഡും ഇതിന് കുറേ പ്രാക്ടിക്കലും ഉണ്ടല്ലോ, ഇതിപ്പം ഇതാണ്ട്. അപ്പോൾ താങ്ക് യു വെരി മച്ച് സാർ, താങ്ക് യു. ഇത് ഈ ഹിയർ ആൻഡ് നൗ എന്ന് പറഞ്ഞ പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാം. പിന്നെ എം ടി ചെയറൊക്കെ വളരെ ഈസി ആയിട്ട് ഭയങ്കര ഈ റിസൾട്ട് വേരിയസ് കിട്ടുന്ന ഒരു തെറാപ്പീസ്, അതെ എം ടി ചെയർ, അതെ സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കുക, ഇതിന് പറയാനുള്ളത് പറയുക. സംസാരിക്കുന്നത്. അതെ അതെ പലപ്പോഴും നമുക്കതാണല്ലോ ഈ അൺഫിനിഷ്ഡ് കിടക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. വാദം തുറന്നിട്ട് വേണ്ട പറയാൻ. പറയാൻ. മനസ്സിലുണ്ട്, ഇത് മൊബിലൈസേഷന്റെ ഏരിയ വരെ ഉണ്ട്, മനസ്സിൽ അതൊക്കെ സങ്കല്പിക്കുന്നുണ്ട്, പക്ഷെ അതെ, പുറത്തേക്ക് പറയാൻ പറ്റില്ല. പറ്റുന്നില്ല. അപ്പോൾ ആ തെറാപ്പിസ്റ്റ് അത് ആ എം ടി ചെയർ നോക്കി ഇത് പറയിപ്പിക്കുക, എന്നിട്ട് ആ എം ടി ചെയറിൽ ക്ലയന്റ് പോയി ഇരുന്നിട്ട് ആ മറ്റേ സൈഡിൽ നിന്ന് അത് ചിന്തിക്കുക, അങ്ങനെ ഉള്ള ഒരു ഇത്. ഉം. അതെ. അപ്പൊ ആ പറയാം, എന്തൊക്കെ പറയാം, അല്ലെങ്കിൽ അവരുടെ പെർസ്പെക്റ്റീവ് എന്താണെന്നൊക്കെ തിരിച്ചറിയാൻ എളുപ്പമോ. എളുപ്പമുണ്ട്. ഇത് ഇത് ഓഫ്ലൈനിൽ വേണമെങ്കിൽ ഒരു പ്രായോഗിക തലമാണ്. മോഡൽ ക്ലാസ് വേണമെങ്കിൽ നടത്താവുന്നു, ഓഫ്ലൈനിലാണെങ്കിൽ. ഓൺലൈനിൽ അത്രയും പറ്റില്ല. ഓഫ്ലൈനിൽ ഒരു ക്ലാസ് ആണെങ്കിൽ നമുക്ക് ഓൺലൈനില് ഇതൊക്കെ ചെയ്യിക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ടുള്ള ആളെ കിട്ടണം, എന്നാലേ പറ്റുള്ളൂ. അത് ശരി. അതെ. ഉം. അതാണ്. ഓക്കെ, താങ്ക് യു സർ. അവന ടീച്ചർ, കുഞ്ഞായി മാസ്റ്റർ, അനിൽകുമാർ സാർ, റോഹിത് സാർ, ആരെങ്കിലും ഒക്കെ ഒന്ന് പറയൂ. ഗസ്റ്റാൾട്ട് തെറാപ്പിയിലൂടെ വളരെ എക്സാമ്പിൾ സഹിതം വളരെ ഭംഗിയായി എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ അത് എല്ലാം കൂടെ ജോഷി സാർ പറഞ്ഞാലേ എല്ലാം കൂടെ ഒരു മണിക്കൂറിൽ ഒതുക്കിയതിൻ്റെ ഒരു വിഷമം കാണും. പക്ഷെ ഇതിനു മുമ്പും കുറേയൊക്കെ അറിയാവുന്ന ഒരിത് ഉള്ളത് കൊണ്ട് എനിക്കത് വളരെ ഒരു ഓർമ്മ പുതുക്കൽ പോലെയായിരിക്കുന്നു. മനുഷ്യന്റെ സമഗ്രത, സാഹചര്യത്തിൽ മനുഷ്യനെ മനസ്സിലാക്കുക, അല്ലാണ്ട് സാഹചര്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടല്ല. സെൽഫ് മോട്ടീവ് ആക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും അനുഭവങ്ങൾ അതിനുപരിയായി വളരുവാൻ സഹായിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തത്. അതായത് സാർ പറഞ്ഞ ആ പ്രോസസ്സ് അല്ല എക്സാമ്പിൾ സഹിതം പറഞ്ഞു. സെൻസേഷൻ, അവയർനെസ്, എക്സ്പീരിയൻസ് മൊബിലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, ദെൻ ആക്ഷൻ, അസിമിലേഷൻ ആൻഡ് വിഡ്രോവൽ, ഇതൊക്കെ സാറ് എക്സാമ്പിൾ സഹിതം വളരെ ഭംഗിയായി വെള്ളം കുടിക്കാനുള്ള ആഗ്രഹവും വിശപ്പും എല്ലാം ഭംഗിയായി അവതരിപ്പിച്ചു. ഏതായാലും ഒരു നല്ല റീകളക്ഷനാണ് നേരത്തെ മനസ്സിലാക്കിയിരുന്ന കാര്യങ്ങൾക്ക് പറ്റിയത്. ഇച്ചിരി സ്പീഡ് കൂടി പോയാണ്ട് ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരുമായിരിക്കും. എന്നാലും എന്നെ സംബന്ധിച്ച് അതൊരു നല്ല റികളക്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. അവന ടീച്ചർ പറയും. സാറ് ഇത് ടി എ നമ്മൾ പഠിക്കുന്നതിൻ്റെ അകത്ത് ആ തിയറി മാത്രമേ പഠിച്ചുള്ളൂ. അപ്പം ആ തിയറി മാത്രം പഠിച്ചാലും അത് വളരെ എളുപ്പമുള്ളത് പോലെ തോന്നിയാലും എന്നാൽ എന്തോ നമുക്കങ്ങ് തിരിച്ചു പറയാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും, പക്ഷെ നമുക്കത് ഒന്നുകൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം സാറ് ഒത്തിരി ഒന്നിച്ച് പറഞ്ഞപ്പം കുറച്ച് കയ്യിലുള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാലും സാറ് പറഞ്ഞതെല്ലാം കൂടെ ഒരുപാടായിപ്പോയി. പിന്നെ അത് ഒന്നുകൂടെ ഒന്ന് നോക്കിയാലേ ശരിയാകുള്ളൂ എന്ന് തോന്നുന്നു. എന്നു വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണേലും ഒന്നും കൂടെ ഒന്ന് നമുക്ക് വേറെ ആരൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത പോലത്തെ ഒരു അവ്യക്തത കിടപ്പുണ്ട് അതിൻ്റെ അകത്ത്.
എന്നെ സംബന്ധിച്ചിടത്തോളം. അത് കുറെ മാറി. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഒന്നുകൂടെ കുറെ മാറി. എന്നാലും അതിൽ എന്തോ ഒരു ചെറിയ ദുരൂഹതയുണ്ട്. അതെന്നാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ദാഹം തോന്നുന്നു, നല്ല വിശപ്പ് തോന്നുന്നു, ആ, പരീക്ഷയ്ക്ക് പേടി, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നത്തെ കാര്യങ്ങള് ഒക്കെ കൂടി ഒരു ചില കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ അല്ല, അതൊന്ന് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. താങ്ക് യു സർ. ശരിക്കും പ്രായോഗികമായിട്ട് അനലൈസ് ചെയ്താലേ പറ്റുള്ളൂ. ഇപ്പോൾ ഒരാളുടെ പ്രശ്നത്തെ നമ്മൾ ഈ രീതിയിൽ കാണുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ പ്രശ്നം, ഈ പറയുന്ന ഡിസ്റ്റർബൻസസ് എന്താണ്. എല്ലാവരും വ്യക്തിപരമായിട്ടുള്ള ഡിസ്റ്റർബൻസസ് ഉള്ളവരാണല്ലോ. ഒരാളുടെ പ്രശ്നമായിരിക്കത്തില്ല മറ്റൊരാളുടെ. അപ്പോൾ ആ പ്രശ്നത്തെ മനസ്സിലാക്കുക. എല്ലാ തെറാപ്പികളൊക്കെ ഉപയോഗിക്കുന്നത് ഒരുപോലെയാണെങ്കിലും ഇതിനിങ്ങനെ ഒരു ഫ്രെയിം വർക്കാണെന്ന് മാത്രം. ഇത് സ്വല്പം കൂടെ ഒരു സ്ട്രക്ചേർഡ് ആണ്. ഒത്തിരി ഒന്നും കൂടുതലായിട്ടും ഇതിൻ്റെ അപ്പുറത്തേക്കില്ല. അല്ലെങ്കിൽ ഇതിനകത്ത് ഡിസ്റ്റർബൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമ്മൾ പോകുന്നത് എന്താണ്, എം ടി ചെയർ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ടെക്നിക്ക് ഡ്രീം വർക്ക്, അതിനേക്കാളൊക്കെ സിമ്പിളാണ് എം ടി ചേർന്നത്. അത് ശരിക്കും പ്രായോഗികമായി ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് അത് റിലീസ് ചെയ്യാം. നമ്മൾ പറഞ്ഞില്ല പഞ്ചിങ് മെഷീൻ എന്നൊക്കെ പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള ടെൻഷനൊക്കെ ഇടിച്ച് തെറിപ്പിക്കുന്ന പോലെ ഒരു എന്ത് വേണമെങ്കിലും പറയാം. ചിലപ്പം ഭയങ്കര ഇമോഷണലായിട്ട് ആൾക്കാർ പറയും, ചിലർ കരയും, സങ്കടപ്പെടും, എല്ലാം അതിൻ്റെ അകത്ത് പോസിബിളാണ്. അപ്പം അത്രമാത്രം ബെസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. അത് ഉപയോഗിക്കാൻ കറക്റ്റായിട്ട് പറ്റുമെങ്കിൽ ഈ പറയുന്ന ബ്ലോക്കേജ് ഒക്കെ മാറും. പിന്നെ ഒന്ന് റീബിൽഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ പറഞ്ഞ പോലെ സാറ് അൺഫിനിഷ്ഡ് ബിസിനസ് ഫിഗറിന്റെ അകത്ത് എല്ലാം എഴുതാതിരുന്നതാണോ അതോ ആ ഫിഗർ അങ്ങനെയാണോ? അങ്ങനെ ആയിരിക്കും, എഴുതാതെ പോയതായിരിക്കും. സാർ ഉണ്ടാക്കിയതാണോ അതോ എഴുന്നേരം എടുത്തതാണോ? അല്ല, അത് ഞാൻ ഉണ്ടാക്കിയതാ. അത് സ്പെല്ലിങ്ങിന്റെ പ്രശ്നം വല്ലായിരിക്കും. നേരത്തെ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞ പോലെ ആ, അത് അല്ല അങ്ങനെ അറിയാതെ വെച്ചതല്ല അല്ല ആണോന്ന്. ഗ്രൗണ്ട് ഫിഗർ ഈ രണ്ട് ഇതിലാ. ഫിഗർ എന്ന് വെച്ചാൽ ഗസ്റ്റാൾട്ട്, ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് പാറ്റേൺ, കുറേ വാക്കുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഒരു ഗസ്റ്റാൾട്ട് എന്ന് മാത്രം പറയുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അതിന് തന്നെ ഒരു 10 വാക്കുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പം ശരിക്കും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ പറയുമ്പം ഇതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകും. ഇത് എന്നാൽ ഇതിനകത്ത് എഴുതി വലിയ കത്തിച്ച് കളയുന്ന ഒരു പരിപാടിയില്ലേ, എഴുതിയിട്ട് അത് കത്തിച്ച് കളയുക, അതായത് അത് പോയി എന്നുള്ള പോലെ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. ഈ തെറാപ്പികളൊക്കെ പല രീതിയിൽ ഉപയോഗിക്കാം. പക്ഷേ ഇതിനകത്ത് എം ടി ആണ് ഏറ്റവും ഈസി ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് നല്ല എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷെ അതിനു മുമ്പ് നമ്മളുടെ ഈ എവിടെയാണ് ബ്ലോക്കേജ് ഉള്ളത്, ആ ബ്ലോക്കേജിൽ നിന്ന് റിലീസ് ചെയ്യാനുള്ള അതിനെ ഫുൾ അവയർനെസ്സിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരണം. ആ വ്യക്തിക്ക് മനസ്സിലാകണം ഇതാണ് പ്രശ്നമെന്ന്. എന്നിട്ട് അതിനെ റിലീസ് ചെയ്ത് വിടും. ഓക്കെ, അനിൽകുമാർ സാർ പറയും. എന്തായാലും ഇതൊരു മനഃശാസ്ത്ര ചികിത്സാ രീതിയാണ്. സാധാരണ ഇതാരും ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല, ബാക്കിയുള്ളതൊക്കെയാണ് കേൾക്കുന്നത്. പിന്നെ നമ്മൾ എം ടി ചെയറിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സ്വയം തിരിച്ചറിവും നമ്മുടെ പെർസൻ്റെ മൂവ്മെൻറ്റിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രീതി തന്നെയാണ്. സാറ് നല്ല രീതിയിൽ തന്നെ ഈ ഒരു തിയറിയെക്കുറിച്ച് സാറോട് പറയുകയുണ്ടായി. ലാസ്റ്റ് നമ്മൾ ഈ നിമിഷത്തിൽ ജീവിക്കുക, നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമ്മുടെ മിക്ക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. എന്തായാലും പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഈ തിയറിയിലും ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിന് സാർ ഒത്തിരി കാര്യങ്ങളിവിടെ സൂചിപ്പിക്കുന്നു, ഞാൻ പറയുന്നില്ല. ബോധം തന്നെയാണ് രോഗശമനം എന്നുള്ള കാര്യങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നില്ല. പിന്നെ ഈ തെറാപ്പിസ്റ്റ് ഒരു നിർദ്ദേശകനാണ് എന്നും സാർ അതിനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. അപ്പം ഞാനതിൻ്റെ സാറിവിടെ പറഞ്ഞു വെച്ചതിനകത്ത് ജസ്റ്റൽ തെറാപ്പിയുടെ ടൂൾസുകളാണ്. അത് നമ്മൾ ആദ്യം കേട്ടുള്ളത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എം ഡി ചെയർ മെത്തേഡാണ്. നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയിട്ടുള്ള ഈ വേദനകൾ അല്ലെ ട്രോമ, അതൊക്കെ നമ്മുടെ മനസ്സിൽ കിടന്നാൽ നമുക്കതൊരു വലിയ മാനസിക ആയിട്ട് തീരാറുണ്ട്. അപ്പം അയാളെ തന്നെ നമ്മുടെ മുന്നിൽ നിന്നിൽ കൊണ്ടുവന്നിട്ട് അയാളോട് അദ്ദേഹത്തിനോട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ അന്നത്തെ അറിവ് വെച്ച് ഞാൻ ചിലപ്പം അങ്ങനെ പ്രതികരിക്കാതിരുന്നതായിരിക്കും. നിങ്ങളുമായിട്ടുള്ള ഒരു പിണക്കമൊന്നും ഇല്ലാതിരിക്കുന്നതാണ് എനിക്കും നിങ്ങൾക്കും നല്ലത്. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. നമ്മുടെ ഭാഗത്തോ നമ്മൾ അവരോടോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം എം ഡി ചെയറിൽ ഇരുത്തിക്കൊണ്ട് അയാളെ കൊണ്ടുവന്നിട്ട് ഇരുന്ന് സംസാരിച്ച് പോവുക. എനിക്കത് ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡാണ്, ടൂളായിട്ട് തോന്നിയിട്ടുള്ള എം ടി ചെയർ മെത്തേഡ്. അത് മാത്രമേ ഇവിടെ എടുത്ത് പറയുന്നത്. ബാക്കിയെല്ലാം എല്ലാവരും പറഞ്ഞിട്ടുള്ളത് കൊണ്ടും സാറ് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് ഡ്രീം വർക്കിൻ്റെ കാര്യവും
അതുപോലെ സ്റ്റേയിങ് വിത്ത് ഫീലിങ്സ്, ലൊക്കേറ്റിംഗ് ഇമോഷൻസ് ഇൻ ദ ബോഡി, ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ടൂൾസുകളാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ നിമിഷത്തിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മൾ നമ്മുടെ അവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അവിടുന്ന് മാറ്റിയെടുത്ത് ചികിത്സിച്ച് നല്ലതാക്കി അത് നമ്മളിൽ തന്നെ വേർപെട്ടതിനെ കൂട്ടിച്ചേർത്ത് വെക്കുക. അങ്ങനെയാണ് ആ പ്രശ്നം ഇല്ലാതാക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും എല്ലാ തരത്തിലും നല്ല ഒരു അവയർനെസ് തരുന്ന ഒരു സബ്ജക്റ്റാണ് സാറിവിടെ പറഞ്ഞത്. ഇതൊരു തെറാപ്പിയാണ്, സൈക്കോളജിക്കൽ തെറാപ്പിയാണ്. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിലൊന്ന് പഠിക്കണം. ഞാൻ ഇത്രയും ശ്രദ്ധിക്കാത്ത ഒരു സാധനമാണ് ഈ ഗസ്റ്റാൾട്ട് തെറാപ്പി. കേട്ടിട്ടുണ്ട്, നല്ല രീതിയിലൊന്നും പഠിക്കാനും പറ്റിയിട്ടില്ല. എന്തായാലും ഞാനൊന്നും കൂടെ ശ്രദ്ധിക്കും. സാർ ഇത്ര നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മനസ്സിൽ കയറി. അത് എന്തായാലും സാറിൻ്റെ അവതരണം വളരെ മെച്ചമായിരുന്നു, വളരെ കൂളായിട്ട് അതിൻ്റെ ഓരോ വശങ്ങളും എടുത്ത് വളരെ സമയമെടുത്ത് ഓരോ പോയിൻറ്റും നമ്മളെ എഴുതി കാണിച്ച് നല്ല രീതിയിൽ ഒരു അധ്യാപകൻ കുട്ടികളുടെ മനസ്സിലേക്ക് അത് കയറ്റി വെക്കുന്ന മാതിരി തന്നെ സാറ് ശ്രമിച്ചിട്ടുണ്ട്. സാറിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു, നമുക്കെല്ലാവർക്കും പ്രയോജനപ്പെടും. ഇനിയും ഇതുപോലുള്ള നല്ല ക്ലാസ്സുകൾ സാറ് കൊണ്ടുപോട്ടെ, സൈക്കോളജിയിലെ ഈ തെറാപ്പി ഭാഗങ്ങളൊക്കെ പ്രത്യേകിച്ചു. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. കുഞ്ഞായി മാസ്റ്റർ, സ്നേഹൃത മാം, വത്സല മാം, മാത്യു സാർ, എന്തെങ്കിലും പറയാണ്ട് പറയൂ. സാറേ, നമ്മൾ ഈ കണ്ണാടി നോക്കി നമ്മളോട് തന്നെ സംസാരിക്കൂലേ? ആ, സെൽഫ് അതും വർക്ക്. ആ, അതും ഈ empty ചെയറും അല്ല അത് സെൽഫ് വർക്ക് എന്നല്ലേ പറയുന്നത്. എംറ്റി ചെയർ അതല്ല. എംറ്റി ചെയർ എന്ന് വെച്ചാൽ നമ്മൾ കസേരയിലേക്ക് നോക്കി ആൾ അവിടെ ഇരിക്കുന്നുണ്ടെന്നുള്ള ഒരു വിഷ്വലൈസേഷന്റെ വേറൊരാൾ പാർട്ടായിട്ട്. ഇരിക്കുന്നുണ്ടെന്നുള്ളതാണ് സാറേ ആ, നമുക്ക് പ്രശ്നമുള്ള ആള്, നമുക്കിപ്പോൾ ഈ പ്രശ്നമുള്ളത്. പറയുന്ന ഓക്കെ ഓക്കെ, കോണ്ടാക്ട് ഞാൻ ബൗണ്ടറി വിചാരിച്ചു പ്രശ്നമുള്ള നമ്മുടെ ആളാണ്. പ്രശ്നം തീർക്കാനാണോ? അല്ലല്ല, നമ്മുടെ ആകാം, നമ്മളുടെ പ്രശ്നങ്ങളും ആകാം. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരു നെഗറ്റീവ് പാർട്ടും ഉണ്ട്, ഒരു പോസിറ്റീവ് പാർട്ടും ഉണ്ട്. അവരെയും നമുക്ക് അതിൻ്റെ അകത്ത് ഇരുത്താം, ആരോ എങ്ങനെ വേണമെങ്കിലും ഇരുത്താം. നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ആ ഓപ്പൺനെസ്സിൽ പറയാൻ വേണ്ടി നമ്മൾ ഒരാളെ അവിടെ ക്രിയേറ്റ് ചെയ്ത് ഇരുത്തുക. അപ്പോൾ നമ്മളുടെ തന്നെ എയും ബിയുമായിട്ട് ഇരുത്താം, അല്ലെങ്കിൽ പ്ലസും മൈനസും ഇരിക്കാം. നമ്മൾ എന്ത് കാര്യം ചിന്തിക്കുമ്പോഴും നെഗറ്റീവാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ ആ നെഗറ്റീവ് വരുന്ന ഒരാളെ നമ്മൾ കസേരയിൽ ഇരുത്തി പോസിറ്റീവായിട്ടുള്ള നമ്മൾ സംസാരിക്കുന്നു. അങ്ങനെ നമുക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ നെഗറ്റീവുകളുടെ കസേരയിൽ നമ്മൾ പോയിരുന്നിട്ട് നെഗറ്റീവ് പറയേണ്ട ആൾ പറയുന്നത് പോലെ നമ്മൾ തന്നെ പറയുക. അപ്പോൾ അത് കൂടുതൽ എക്സ്പ്രസീവായിട്ട് വരും. എന്തുകൊണ്ടാണ് അയാൾ നെഗറ്റീവ് പറയുന്നത്? ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ അച്ഛനും മകനും തമ്മിലുള്ള ഇഷ്യൂ ആണെങ്കിൽ അച്ഛൻ്റെ മനസ്സിൽ എല്ലാം ഓപ്പണായിട്ട് പറയുന്നില്ല, പക്ഷെ മകന് മനസ്സിലാകുന്നുമില്ല. അപ്പോൾ ആ ഒരു തലം പോലും ഇതിനകത്ത് ഓപ്പൺ ചെയ്ത് വരാം. അല്ലെങ്കിൽ ഇതിലൂടെ അച്ഛനോട് കൃത്യമായിട്ട് പറയാനുള്ള ഒരു കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാം. ഇതാണ് എൻ്റെ ആവശ്യം. പറയുന്ന ടോണും പാറ്റേണും ഒക്കെ വ്യത്യാസം വരണമല്ലോ, പക്ഷെ ഒരിക്കലും നമ്മൾ ഓപ്പൺ കോണ്ടാക്റ്റിലേക്ക് പോകാൻ നമ്മൾ സമ്മതിക്കത്തില്ല. അതിന് മുമ്പ് ബ്രേക്കായി പോകും. അപ്പോൾ കോണ്ടാക്റ്റ് ആ മൊബിലൈസേഷൻ, എനർജി മൊബിലൈസേഷൻ്റെ പാർട്ടായിട്ട് നിൽക്കുകയാണ്. അത് ആക്ഷനിലേക്ക് പോകത്തില്ല. ഇനി ആക്ഷനിൽ പോയാലും കോണ്ടാക്റ്റിലേക്ക് എത്തത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലോസാണ് വരുന്നത്. ഇതൊരു എനർജി നമ്മൾ എടുക്കുന്നു, പക്ഷെ പോകുന്നില്ല, വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെന്തൊക്കെ പ്രശ്നമുണ്ട്, പുറകോട്ട് പോയി നോക്കാം, എന്നിട്ട് അതിനെ വീണ്ടും അനലൈസ് ചെയ്യാം. അപ്പോൾ ഈ വരുന്ന ബ്രേക്കേജ് പ്രോബ്ലംസ് എല്ലാം ഈ പറയുന്ന എംറ്റി ചെയറിലിരിക്കുന്ന നമ്മൾ അസ്യൂം ചെയ്തപ്പോൾ ഭർത്താവും ഭാര്യയും തമ്മിലാണെങ്കിലും ഭാര്യയ്ക്ക് പറയാനുള്ളതെല്ലാം ഭർത്താവിനോട് എംറ്റി ചെയറിൽ ഭർത്താവ് ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഓപ്പണായിട്ട് സംസാരിക്കാം. എന്നിട്ട് ഈ പറഞ്ഞ് നല്ല റിലാക്സേഷൻ ആയി കഴിയുമ്പോൾ ഒന്ന് ടോണൊക്കെ മാറ്റി നമ്മുടെ ആ സിറ്റുവേഷനൊക്കെ മാറ്റി വീണ്ടും അവിടെ ഇരുന്ന് ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് വീണ്ടും ഭർത്താവ് എന്താണോ നമ്മൾ പറഞ്ഞതിൻ്റെ റിസൾട്ടായിട്ട് ഭാര്യ തന്നെ പറയും. അങ്ങനെ ബോത്ത് വേ കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് അവരെന്താണ് പറയാൻ പോകുന്നത്, നമ്മളെന്താണ് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നല്ലൊരു അവയർനെസ്സിൻ്റെ തലം, ഡീപ്പ് അവയർനെസ്സിലേക്ക് എത്തും. എങ്ങനെ ഇത് പറയാൻ പറ്റത്തില്ല എന്നും വാ തുറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ടാകും. വേറെ ഒന്നുമില്ല, നമ്മൾ നിൽക്കുന്ന എവിടെയാണ്, ഒരു സബ് കോൺഷ്യസ് ലെവലിലാണ് നിൽക്കുന്നത്. കോൺഷ്യസ് ലെവലിലേക്ക് ഒരിക്കലും നമുക്ക് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ആ കോൺഷ്യസ് ലെവലിൽ നിന്ന് സബ് കോൺഷ്യസ് ലെവലിൽ നിന്ന് കോൺഷ്യസ് ലെവലിലേക്ക് നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് ഗൈഡ് ചെയ്യാൻ ഈ പ്രോസസ്സിന് പറ്റും. ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് ആണ്, അല്ലേ? നമ്മളങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുകയാണ്. ഒരു ഓട്ടത്തിന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഓടുന്നതും ചുമ്മാ ഓടുന്ന തമ്മിൽ വ്യത്യാസമില്ലേ? അപ്പോൾ പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുമ്പം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ തരും. നിനക്കത് പോസിബിൾ ആണ്, ആ വ്യക്തിയോട് നിങ്ങൾക്ക് പറയാം, ഈ രീതിയിൽ പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്ത് റിയാക്ഷൻ വന്നാലും ഞാനിത് പറഞ്ഞിരിക്കും എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് നമ്മൾ
ബിൽഡ് ചെയ്തുണ്ടാക്കുക. അപ്പോൾ അതിന് എം ടി ചെയർ എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ പറയില്ലേ, നമ്മൾ മറ്റേ പഞ്ചിങ് ബോക്സിൽ ഇടിച്ച് നമ്മുടെ ഇമോഷൻ റിലീസ് ചെയ്യുന്ന പോലെ അല്ലത്. ഇത് കൃത്യമായിട്ട് സംസാരിക്കുക, പറയാനുള്ളതെല്ലാം മുഖത്ത് നോക്കി പറയുന്ന പോലെ എം ടി ചെയറിനോട് പറയുക. എന്നിട്ട് എം ടി ചെയറിൽ ഇരുന്നിട്ട് ആ വ്യക്തി നമ്മൾ പറഞ്ഞു കേട്ടതിനെല്ലാം എന്താണോ തിരിച്ചു പറയാനുള്ളത് അതെല്ലാം നമ്മൾ തന്നെ പറയുക. അപ്പോൾ രണ്ട് സൈഡിൻ്റെയും വ്യൂ പോയിന്റ്സ് എല്ലാം നമുക്ക് കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും വേറെ ഒരു തരത്തിൽ ചിന്തിച്ചത് കൊണ്ടാണ് എന്നെ പെർമിറ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ എന്നെ മുന്നോട്ട് വിടാത്തത് എന്നൊക്കെ ചിന്തിക്കാം. ഒരുപക്ഷെ സാമ്പത്തിക പ്രശ്നമുള്ള ഒരു കുടുംബത്തിലെ അച്ഛൻ മകൾക്ക് വിദേശത്ത് അല്ലെങ്കിൽ മകന് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിച്ച് ഒത്തിരി കാര്യം പറഞ്ഞിട്ട് അച്ഛൻ പെർമിറ്റ് ചെയ്യുന്നില്ല. അച്ഛൻ്റെ പ്രോബ്ലം എന്താണെന്ന് അച്ഛൻ പറയുന്നില്ല. ഈ രണ്ടുപേർക്കും ഇത് ആവശ്യമാണ്. അച്ഛനും പറയുന്നില്ല, മകനും പറയുന്നില്ല. പക്ഷേ ഇവിടെ ഒരു കോൺടാക്ട് ബൗണ്ടറി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി ഈ എം ടി ചെയർ യൂസ് ചെയ്യും. സാറേ, ഈ ഓമന ടീച്ചർ ചോദിച്ചതേ മിറർ പ്രാക്ടീസ് ആയിരിക്കും. നമ്മുടെ കോൺഷ്യസ് മനസ്സിലേക്ക് ഞാൻ മിടുക്കനാണ്, ഐ ലവ് യു അനിൽകുമാർ എന്ന് ഞാൻ സ്വയം പറയുകയാണ്. ഐ അക്സെപ്റ്റ് യു, ഐ ലവ് യു എന്ന് പറഞ്ഞ ആ കാര്യം നമ്മൾ മിടുക്കനാണെന്നുള്ള കാര്യം അത് മാജിക് മിറർ തെറാപ്പി അല്ലേ സാർ? നമുക്ക് വേണമെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കി നീ എന്തിനാ അന്ന് അങ്ങനെ ചെയ്തേ എന്നുള്ള മട്ടില് ഈ ചോദിക്കാമല്ലോ. ഇങ്ങനെ അല്ലാതെ ഈ രണ്ട് കൈ വെച്ചുകൊണ്ട് പറയാം മാം. ഇതിന്റെ പ്ലസ് മൈനസ് നമുക്ക്. അപ്പോൾ ഒരു കൈ സംസാരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഓൺലൈനിലൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു കൈ സംസാരിക്കുന്നതായിട്ട് ഈ കൈയോട് സംസാരിക്കും, ഈ കൈ അപ്പോൾ തിരിച്ച് ഈ കൈ. അപ്പോൾ എം ടി ചെയറിൻ്റെ അതേ പ്രിൻസിപ്പിൾ തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ചെയറൊക്കെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ രണ്ട് കൈ ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറഞ്ഞിട്ട് ഈ കൈ വലത് കൈ ഇടത് കൈയോട് സംസാരിക്കും, ഇടത് കൈ വലത് കൈയോട് സംസാരിക്കും. അപ്പോൾ ഇത് കറക്റ്റ് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല, ചെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ തമ്പ് ടു തമ്പ് ഇങ്ങനെ പറയാം. ഈ തമ്പ് ഒരാളാണ്, ഈ തമ്പ് വേറൊരാൾ, ഈ തമ്പിനോട് സംസാരിക്കും. അപ്പോൾ പറയുമ്പോഴും നമ്മോട് തന്നെയല്ലേ പറയണേ? മിററിൽ നോക്കി പറയുമ്പോ നമ്മളോട് തന്നെയല്ലേ? നമ്മളുടെ ഒരു ഇന്റേണൽ വർക്കൗട്ടാണത്. നമ്മോട് തന്നെ പറയുക. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നൊരു മെത്തേഡ്. ഇതങ്ങനെയല്ല, ഇത് നമ്മൾക്ക് ഈ സിനിമയിലൊക്കെ കാണാമല്ലോ, വേറൊരു സെൽഫിനോട് സംസാരിക്കുന്ന പോലെ മിററിൽ സംസാരിക്കുന്ന കാണാം. ഒരു സെൽഫ് മറ്റൊരു സെൽഫിനോട് സംസാരിക്കുന്ന പോലെ. യെസ്, അത് തന്നെ. രണ്ട് ഐഡന്റിറ്റിയാണത്. രണ്ട് ഐഡന്റിറ്റി തമ്മിൽ സംസാരിക്കാറുണ്ട് സിനിമയിലൊക്കെ. യെസ്, അത് തന്നെ. ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ. ആ കോൺസെപ്റ്റ് അല്ലേന്നാ ഞാൻ ചോദിച്ചേ. അതെ, അത് തന്നെ. അതാ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കൈവച്ചോ തമ്പ് വെച്ചോ ഒക്കെ ചെയ്യാം. ഓൺലൈനിലൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓൺലൈനിൽ ചെയറൊക്കെ ഇട്ടിട്ട് മാറ്റിയിരുത്താൻ എളുപ്പമല്ലല്ലോ, നമുക്കത് അത്ര വിസിബിലിറ്റി കിട്ടത്തില്ല. അപ്പോൾ ഈസി ആയിട്ട് പറയാം, ഈ കൈ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ ഈ കൈ എന്നുള്ള ഒരു മോഡലിനെ ബേസ് ചെയ്ത് പറയാനുള്ള എല്ലാം അങ്ങ് ഓപ്പണായി ഇപ്പോൾ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്യാം. എന്നിട്ട് ഈ അടുത്ത കൈ ഇപ്പോൾ പറഞ്ഞതിനൊക്കെ മറുപടിയും പറയും. അപ്പോൾ ഇതിൽ പറയുന്ന ആരും എല്ലാം നമ്മൾ തന്നെയാണ്. ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഡൻസ് അവിടെ ഹെൽപ്പ് ചെയ്യും. പറയാനുള്ളതെല്ലാം ബെസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യത കിട്ടും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ചെയ്താൽ അല്ലേ? ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ജോർജ് സാർ. ഇടയ്ക്കിടയ്ക്ക് വരിക, ഇടയ്ക്ക് ക്ലാസ് ഒക്കെ എടുക്കും. താങ്ക് യു വെരി മച്ച് സാർ. സാർ വന്ന് പിന്നെ ഫീഡ്ബാക്ക് പറഞ്ഞാല് ഒരു എന്താ പറയാ, ജോർജ് സാർ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൈയൊക്കെ എടുത്തൊന്ന് പറയുമ്പോഴേ സത്യത്തില് നമ്മുടെ ആണ് അല്ലെ, ആണ് ജോഷി സാറിനെ സൈക്കോളജിയിലേക്ക് കയറ്റി വിട്ടത്. അല്ല, അത് സാറാണ് എന്നെ സൈക്കോളജി കയറ്റി വിട്ടത്. ഞാൻ ഒരിക്കൽ ഇങ്ങനെ സംഗതി ചോദിച്ചപ്പോൾ ഇത് നല്ല സബ്ജക്റ്റാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. ഞാൻ എൻ്റെ PhD കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നല്ലോ. സാർ പറഞ്ഞത് നല്ല സബ്ജക്റ്റാണ്, നിങ്ങളെ പറ്റി അറിയാനും മറ്റുള്ളവരെ പറ്റി അറിയാനും ഇത് നല്ലൊരു ഇതാണ്. അങ്ങനെയാണ് ഞാൻ ആ ബേസിക് ഫൗണ്ടേഷൻ കോഴ്സിന് പോകുന്നത്. പിന്നെ BTA കഴിഞ്ഞപ്പോൾ ഇപ്പൊ BTA ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ പാരലായിട്ട്. പിന്നെ MA സൈക്കോളജി ചെയ്യുന്നുണ്ട്. ഒരു ഇൻട്രസ്റ്റോട് വരുന്നത് അത് ഇൻട്രസ്റ്റ്. BTA ചെയ്യുന്നത് നമ്മുടെ ICT എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പത്തടിപ്പാലത്തെ അവിടെ ഒരു ഇതുണ്ട്, ഒരു CMI ഫാദേഴ്സിന്റെ